ചെറുതായിട്ടായിരിക്കും അല്ലേ സ്ക്രീൻ കാണുന്നത്? അതെ മാം. മൊബൈലിൽ നിന്നോ? ഐപാഡിൽ നിന്ന് എടുക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. പറ്റിയത്. ഓക്കെ ഫൈൻ. എനിവേ ഇന്നൊരു ദിവസം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, നാളെ ഞാൻ കറക്റ്റ് ആക്കാം. ജസ്റ്റ് ഒന്ന് സൂം ചെയ്താൽ മതി. നിങ്ങൾക്ക് സൂം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കാണാനായിട്ട് പറ്റും. നിങ്ങൾക്ക് സ്ക്രീൻ സൂം ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ? യെസ് മാം. യെസ് മാം. ഇപ്പം അത് വായിക്കുമ്പോൾ ഒന്ന് സൂം ചെയ്താൽ മതി കേട്ടോ. ഞാൻ ഒരെണ്ണത്തില് വീഡിയോയും ഒരെണ്ണത്തില് ഷെയർ സ്ക്രീനും ഓഡിയോയും കൂടിയാണ്. ക്ലിയർ അല്ലേ? ഓഡിയോ വീഡിയോ ക്ലിയർ അല്ലേ? യെസ് മാം. ഓക്കെ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? പിയാഗെറ്റ് പറഞ്ഞ കാര്യങ്ങളൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്. പിയാഗെറ്റ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഞാൻ പറഞ്ഞു യൂണിറ്റ് 4 പാർട്ട് 2 യൂണിറ്റ് 4 കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. ഞാൻ ആ ലിങ്കും ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ലിങ്ക് നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് പറയുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അതില് കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധി, നമ്മുടെ റീസണിങ്, ലോജിക്കൽ അനാലിസിസ് എല്ലാം വരും. നമ്മുടെ ആ തോട്ട് പ്രോസസ് കറക്റ്റ് ആകുന്ന ആ ഡെവലപ്മെന്റ് സ്റ്റേജിലാണ് തോട്ട് പ്രോസസ് കറക്റ്റ് ആകുന്നത്. പല കുട്ടികളിലും കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് കറക്റ്റ് ആകാതെ വരുമ്പോൾ നമുക്കറിയാം അങ്ങനെയുള്ളവരെ ഏതൊരു കാറ്റഗറിയിലാണ് പെടുത്താറെന്നുള്ളത് അറിയാം. അപ്പോൾ ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അവരുടെ എബിലിറ്റി ടു തിങ്ക് ആൻഡ് റീസൺ, ചിന്തിക്കുക എന്നുള്ളത് മാത്രമല്ല, അവരുടെ റീസണിങ്, ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിനെ സോൾവ് ചെയ്യാൻ പറ്റുക, അത് അനലൈസ് ചെയ്യാം, എങ്ങനെ കമ്പയർ ചെയ്യണം, എങ്ങനെ സെപ്പറേറ്റ് ചെയ്യണം, എങ്ങനെ അതിനെ ഓർഡർ ചെയ്യണം, എങ്ങനെ അതിനെ ട്രാൻസ്ഫോം ചെയ്യണം, ഒബ്ജക്ട്സും അതുപോലെ തന്നെ ആക്ഷൻസും. നമ്മളൊരു കുട്ടിക്ക് ഒരു ആക്ടിവിറ്റി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പല കുട്ടികളും പല വേയിലായിരിക്കും ചെയ്യുക. അത് അവരുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ആ ഒരു ഡിഫറൻസ് കൊണ്ടാണ്. ചിലർ പെട്ടെന്ന് തന്നെ അത് സോർട്ട് ഔട്ട് ചെയ്യും, ചിലർ മേ ബി കുറച്ച് ടൈം എടുക്കുമായിരിക്കും. ഓക്കെ. എങ്ങനെ തിങ്ക് ചെയ്യണം, എങ്ങനെ റീസണിങ് ചെയ്യണം, എങ്ങനെ കമ്പയർ ചെയ്യണം, സെപ്പറേറ്റ് ചെയ്യേണ്ടതിനെ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യണം. ഇപ്പൊ ജിക്സോ പസിൽസ് ഒക്കെ കൊടുക്കുമ്പോൾ ചില കുട്ടികൾക്ക് ഭയങ്കര, നമ്മൾ കുട്ടികളിൽ അതാണ് പസിൽസ് കൊടുക്കണം എന്ന് പറയുന്നത്. ജിക്സോ പസിൽ, അതുപോലെ പല രീതിയിലുള്ള പസിൽസ് കൊടുത്തു കഴിഞ്ഞാൽ അത് കൊടുക്കുമ്പോൾ നമുക്കത് ഒബ്സർവ് ചെയ്താൽ അറിയാൻ പറ്റും. എന്തോ പറഞ്ഞു എങ്ങനെ അവരത് മനസ്സിലാക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ഓക്കെ. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അതാണ് കുട്ടികൾ. ഇപ്പൊ നമുക്കറിയാം ചെറിയ പ്രായങ്ങളിൽ നമ്മൾ പറഞ്ഞല്ലോ കുട്ടികൾക്ക് ടോയ്സ് കൊടുക്കും. അപ്പൊ അവരുടെ ചെറു പ്രായത്തിൽ അവർ വിചാരിക്കുന്നത് അതിന് ജീവനുണ്ട്, അതൊരു മൂവിങ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആണ്, അതിന് സംസാരിക്കാൻ കഴിവുണ്ടാവും, അതൊക്കെയാണ് അവരുടെ ഒരു ധാരണ. പക്ഷെ കുറച്ചുകൂടെ അവർ ഏജ് ആയി കഴിയുമ്പോൾ, നമ്മൾ ആ സ്റ്റേജസിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ചുകൂടെ ഏജസ് ആയി കഴിയുമ്പോൾ അവരുടെ ആ കൺഫ്യൂഷൻസ് ഒക്കെ മാറും. ഇത് ഒരു ടോയ് ആണ്, അതിന് സംസാരിക്കാനോ അങ്ങനെയൊന്നും പറ്റില്ല, ജീവനുള്ളതല്ല, ആ രീതിയിൽ അവരുടെ തിങ്കിങ് മാറും. അതെല്ലാം കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ഒരു സിമ്പിളാണ്. മീൻസ് അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് പറയാം. ഓക്കെ. ഫസ്റ്റ് പാരഗ്രാഫ് വായിക്കാൻ റെഡി ആയിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വായിക്കാം. ഞാൻ വായിക്കാം. പ്രയർ ചെയ്തില്ല, ഐ എം സോറി. ഈ കൺഫ്യൂഷൻസിനിടയ്ക്ക് ഞാനത് മറന്നു. സ്റ്റാർട്ട് വിത്ത് ദ പ്രയർ പ്ലീസ്. Hi, ma'am. Thank you, God, for your great blessings. Sun rises in the morning and we feel a new hope. Thank you, God, for your lovely blessings. Nature sings light around and we feel peaceful mind. Thank you, God, for your caring blessings. Cool breeze blooms all around, and we feel fresh alive. Thank you, ma'am.
ഓക്കെ, സോ ആരാ വായിക്കാൻ പോണേ? ഫസ്റ്റ് പാരഗ്രാഫ്. മാം ഞാൻ വായിക്കാം. ഹലോ. ഹലോ മാം വായിക്കട്ടെ? വായിച്ചോളൂ. The capacity of the child to integrate her reflex action according to the stimulus is the beginning of cognitive development. It represents the process of learning and adjusting to the environment. Around 6 months of age, children achieve the capacity of focus their eyes on interesting objects in their environment. They even follow the movement of the object with their eyes. When children hear the word elephant, the mental picture most children get is of a giant animal with a long trunk and big ears. They learn about all the things they see around them. They continuously manipulate, experiment, try, try out, explore, discover, and learn about objects and people surrounding them. ആ ഒരു ചെറിയ പ്രായത്തില് അവർക്കറിയാം. ഇപ്പം ചില പാരന്റ്സ് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സ് ഓരോന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ആ വലിപ്പം ജൈജാന്റിക് ഫിഗർ ഉള്ളതാണെങ്കിൽ ആ രീതിയിൽ ഇങ്ങനെ കൈയൊക്കെ എടുത്ത് ആക്ഷൻസ് എടുത്തിട്ട് പറഞ്ഞു കൊടുക്കും അല്ലേ. ആന എന്നൊക്കെ പറയുമ്പോഴേക്കും ഇങ്ങനെ അതിന്റെ ഷേപ്പ്, അതിന്റെ ആ ട്രങ്ക്, തുമ്പിക്കൈ വരുന്ന ആ ഷേപ്പ് അനുസരിച്ച് അങ്ങനെയൊക്കെ കാണിച്ച് ആക്ഷൻസിലൂടെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവരുടെ ഉള്ളിൽ പെട്ടെന്ന് ആ പിക്ചർ വരും. ലൈക്ക് യെസ്, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് പറയാനും മറന്നു. ഓക്കെ, സോ ആ ഒരു പെട്ടെന്ന് ആ ഒരു ഫിഗർ അവർക്ക് ഉള്ളിലേക്ക് വരും. അപ്പൊ എപ്പോഴും ആ ഒരു ചുറ്റുപാടുമുള്ള, ഇപ്പൊ ഒരു ബട്ടർഫ്ലൈ ആണെങ്കിലും ശരി, ഒരു ബേർഡ് ആണെങ്കിലും ശരി, അവരുടെ എൻവയോൺമെന്റിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അവരിപ്പം നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, അപ്പൊ അങ്ങനെ അവരെ എക്സ്പ്ലോർ ചെയ്യും. അവർക്ക് ആ ഒരു ഷേപ്പിലൊരു ടോയ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ മാക്സിമം അതിനെ മാനിപ്പുലേറ്റ് ചെയ്യും. അതിനോട് സംസാരിക്കുന്നു, അതിന് ഭക്ഷണം വെച്ച് ഇതിന് കൊടുക്കും, സ്പൂണില് വെള്ളം കൊടുക്കും, അങ്ങനെയൊക്കെ ചെയ്യുന്ന കാണാറില്ലേ. പല രീതിയിലുള്ള എക്സ്പെരിമെന്റ്, ട്രൈ ഔട്ട്സ് അവർ എക്സ്പ്ലോർ ചെയ്യുവാണ്. കൂടുതൽ ഒരു ഡിസ്കവറി, യൂണിവേഴ്സുമായിട്ട് കൂടുതൽ കണക്ട് ചെയ്യുന്ന രീതിയിൽ അവർ പലതും ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, നെക്സ്റ്റ് ഞാൻ പാരഗ്രാഫ്. വായിക്കാം. അവരുടെ ഡെവലപ്മെന്റിന്റെ ഒരു ഡിഫറൻസ്. ഇപ്പൊ നിങ്ങൾക്ക് നല്ല ഷെയർ ചെയ്യാൻ കുറേ കാര്യങ്ങൾ ഉണ്ടാവും നമ്മുടെ വീട്ടിലെ കുട്ടികളുടെ കാര്യങ്ങൾ വെച്ചിട്ട്. നെക്സ്റ്റ് പാര വായിക്കണോ മാം? Ma'am, ഞാൻ വായിക്കാം മാം. വായിക്കട്ടെ മാം? പ്ലീസ്. ഹലോ. കേൾക്കുന്നില്ല? കേൾക്കാം മാം, വായിച്ചോട്ടെ? As cognitive development proceeds and children's thinking ability, their vocabulary also increases to include comparative terms such as big, small, tall, short. They also include spatial terms such as above and below, near and far in their speech. The language children use clearly reflects the level of their cognitive development. Children in 3 to 6 year age group talk and understand about things that they touch, see, hear, or experience through their senses. They cannot understand or talk about abstract things such as honesty. യെസ്. അപ്പൊ കോഗ്നേറ്റീവ് ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, കുട്ടികളുടെ തിങ്കിങ് എബിലിറ്റി അത് സ്റ്റാർട്ട് ചെയ്യുവാണ്. അവർക്ക് സൈസ്, വെയിറ്റ്, അതിനെക്കുറിച്ചൊരു കൺസെപ്റ്റ് അവരിൽ കിട്ടുക. ചെറിയൊരു ബേർഡിനെ കാണാം, അതുപോലെ തന്നെ വലിയ ബേർഡ്. ചില സമയത്ത് കളറും അവർ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് തുടങ്ങും. ഇപ്പൊ കാക്കയെ കാണുന്നതും, കാക്കയൊക്കെ കോമൺ ആയിട്ട് കാണുന്നതാണല്ലോ. അപ്പൊ അതിന്റെ കളറും അങ്ങനെ കളറിന്റെ കാര്യത്തിൽ ഒരു ഐഡന്റിഫിക്കേഷൻ വരും. ചിലപ്പോൾ കളർ പറയുമ്പോൾ മാറിപ്പോകാം, അതൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ചില കൺസെപ്റ്റുകൾ ഇവരുടെ മനസ്സിലേക്ക് വരും. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. അപ്പൊ അവർ സംസാരിക്കുമ്പോൾ അതൊക്കെ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. മേ ബി അവരുടേതായ ഒരു ലാംഗ്വേജിലായിരിക്കാം. സ്മോൾ, ടോൾ, ഷോർട്ട്, ഫാർ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ഫാർ, നിയർ, അങ്ങനെയുള്ളതെല്ലാം അവർ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ അവർ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് പലപ്പോഴും പാരന്റ്സ് ചെയ്യാറില്ലേ, കുട്ടി അധികം സംസാരിക്കുന്നില്ല എന്ന് കാണുമ്പോൾ ഡോക്ടറെ കാണിക്കാനോ സ്പീച്ച് തെറാപ്പിസ്റ്റിനെ കാണിക്കാനോ ഒക്കെ ആയിട്ട് പോകും. ചില കുട്ടികൾ ഭയങ്കരമായിട്ട് സംസാരിക്കും. ചിലര് ഇങ്ങനെ സംസാരിക്കുന്നില്ല എന്ന് കണ്ടിട്ട് അതിന് ഡോക്ടറിനെ കാണിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന കാണാം. അപ്പൊ അവരുടെ ആ വേ ഓഫ് എക്സ്പ്രഷൻ, വേ ഓഫ്
സ്പീച്ചിന്റെ രീതി, അതെല്ലാം വെച്ചിട്ട് അവരുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ. പിന്നെ ടച്ച് ചെയ്യുന്നു. അപ്പോൾ എന്താ ശരിക്കും ചെയ്യുന്നത്, ഇവരുടെ സെൻസസ് കുറേ യൂസ് ചെയ്യുക, അവരവരുടെ സെൻസ് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അതാണ് ശരിക്കും ബൈ ബർത്ത് ഓൺവേർഡ്സ് യൂസിങ് ദ സെൻസസ് ദേ ആർ ഡെവലപ്പിംഗ് ദെയർ ഗ്രോത്തും ഡെവലപ്മെന്റും എല്ലാം നടക്കുന്നത് ബൈ യൂസിങ് ദ സെൻസസ്. അമ്മയെ തിരിച്ചറിയുന്നതും എല്ലാം ആ ഒരു സെൻസ് യൂസ് ചെയ്തിട്ട് തന്നെയാണ്. അപ്പൊ സെൻസസ് എല്ലാം അവർ ഭയങ്കര കോൺസെൻട്രേഷനോട് കൂടെ ചെയ്യും. നമ്മൾ കണ്ടിട്ടില്ലേ, കണ്ണ് കാണാത്ത കുട്ടികളിൽ ഭയങ്കര കോൺസെൻട്രേഷൻ ആയിരിക്കും. അവർക്ക് കേൾവി ഉണ്ടെങ്കിൽ കേൾവി ഭയങ്കര ഷാർപ്പായിരിക്കും എന്ന് പറയും അല്ലെ? അത് കേട്ടിട്ടുണ്ടോ? അത് യെസ് കേട്ടിട്ടുണ്ടോ? മാം. യെസ് മാം, കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അവരുടെ ഏത് സെൻസ് ആണോ സ്ട്രോങ് അത് കൂടുതലായിട്ട് അവർ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. അവർ അത്രയും ഷാർപ്പ് എന്ന് പറയുന്നത്. നമ്മൾ മൂവീസ് എല്ലാം കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഏതായാലും മൂവി ഓർമ്മയുണ്ടോ? കുട്ടികളെന്നല്ല, ഒപ്പം ഒപ്പം സിനിമയ്ക്കകത്ത് ലാലേട്ടൻ. അതെ അതെ അതെ, ഒപ്പം ലാലേട്ടൻ. ഒപ്പത്തിൽ അങ്ങനെയല്ലേ, ഒരു ഷാർപ്പായിട്ട് ഭയങ്കര കേൾവി, അതൊരു ഇതാണ് അതിനകത്ത് കാണാൻ നമുക്ക്. അപ്പൊ അത് ശരിക്കും ഉള്ളത് തന്നെയാണ്. ഞാനൊരു ആലുവയിൽ ഒരു ബ്ലൈൻഡ് സ്കൂളിൽ ഒരു പ്രാവശ്യം ഒരു പ്രോഗ്രാമിന് പോയപ്പം എൻ്റെ ഒരു കസിൻ അവരെ കീബോർഡ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. എന്ത് ഭംഗിയായിട്ടാ കുട്ടികളെ ചെയ്തത്. കണ്ണ് കാണില്ല അവർക്ക്, പക്ഷെ അവരെന്ത് ഭംഗിയായിട്ടാ മ്യൂസിക്, എന്ത് രസമായിരുന്നു കേൾക്കാൻ. അപ്പം കസിൻ ബ്രദർ പറഞ്ഞത് അവർക്ക് കണ്ണ് കാണുന്നില്ലെങ്കിലും അവർ ഭയങ്കര ഷാർപ്പായിട്ട് അവരുടെ ഹിയറിങ് അത് വെച്ചിട്ടാണ് അവർ പെട്ടെന്ന് പഠിച്ചെടുക്കുമായിരുന്നു. നോർമൽ ഒരു എല്ലാ സെൻസസും വർക്കിംഗ് ആയിട്ടുള്ള കുട്ടികളെ വെച്ച് നോക്കുമ്പോൾ ഇവര് പെട്ടെന്ന് അത് പഠിച്ചെടുക്കുക. അവർക്ക് ടൈം കുറച്ച് മതിയായിരുന്നു എന്നാണ് എൻ്റെ കസിൻ ബ്രദർ അന്ന് പറഞ്ഞത് ആ പ്രോഗ്രാമിന് പോയ സമയത്ത്. ഞങ്ങൾക്ക് അത് ഭയങ്കര അതിശയായിരുന്നു. കാരണം നമ്മൾക്ക് ആരെങ്കിലും പറഞ്ഞു. ആ മാം, ഗുരു എന്ന് പറഞ്ഞൊരു മൂവി ഇല്ലേ, ആ, മോഹൻലാൽ തന്നെ. അതിലും ഉണ്ട്. പിന്നെ കുറെ മൂവീസ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ, അങ്ങനെ ഈ സെൻസസ് ഏതെങ്കിലും ഒന്ന് ഇതാണെങ്കിൽ എന്നുള്ള രീതിയിൽ. ഞാൻ ഏതോ ഒരു പിന്നെ സൈക്കോപാത്തിക് ഒരു നയൻതാരയുടെ ഒരു മൂവി ഉണ്ട്, പക്ഷെ നെയിം ഓർമ്മയില്ല. അതിലും ഇതുപോലെ കുട്ടിക്ക് സംസാരിക്കാൻ കഴിയില്ല, പക്ഷെ സൈലന്റ് ആണ്. ബാക്കിയെല്ലാം. സൈലൻസ് ആണോ? അതും ഉണ്ട്, സൈലൻസ് ഉണ്ട്. അത് വേറെ, അത് ഒരു ഗോസ്റ്റ് മൂവിയാണ്. എന്തോ അങ്ങനെയൊക്കെ എന്തൊക്കെയോ മൂവീസിൽ അത് കാണാം, പല മൂവിയിലും കണ്ടിട്ടുണ്ട്. പിന്നെ മാം മെർക്കുറി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തോ ഒരു മൂവി ഇല്ലേ, പ്രഭുദേവയുടെ. ഓക്കെ. ഞങ്ങളുടെ വീടിന്റെ അടുത്തുണ്ട് ഒരു ബ്ലൈൻഡ് സ്കൂളെ. ആ, അപ്പൊ കുട്ടമശ്ശേരിയാണ് ആലുവ. ആലുവ അടുത്തല്ലേ, തോട്ടക്കാട്ട് വരെയോ? തോട്ടുമുഖം, കുട്ടമശ്ശേരി. അത് തന്നെ, അവിടെ തന്നെ ഞാൻ വന്നത്. അതെ, ഞങ്ങളുടെ അടുത്ത് തന്നെയാ. ഞാൻ അപ്പൊ അവിടുത്തെ കുട്ടികൾ ഇവിടെ കുട്ടമശ്ശേരി ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ അവിടുത്തെ ടീച്ചേഴ്സ് ഇങ്ങനെ പറയണേക്കാം, ഭയങ്കര കണ്ണ് കാണിലും അവർക്ക് ആ ഒരു സൗണ്ട്, ഒരു ടീച്ചേഴ്സിന്റെ സൗണ്ട് വരെ അവർക്ക് ഇങ്ങനെ കറക്റ്റ് അറിയാം. മനസ്സിലാവും. പുറത്ത് നിന്നാ പോലെ ഇന്ന ടീച്ചറാണ് അവരോട് സംസാരിക്കണേ എന്നുള്ളത് അവരാ ഇത് ചെയ്ത് പറയും. അതെ, ശരിയാ. പിന്നെ മിസ്സേ ജ്യോതികയുടെ ഒരു തമിഴ് മൂവിയില് മിസ്സേ ജ്യോതികയുടെ ഒരു തമിഴ് മൂവിയില് കാറ്റിൻ മൊഴി എന്ന് പറഞ്ഞിട്ടൊരു സോങ് ആണ്. ആ മൂവിയില് ജ്യോതികയ്ക്ക് കണ്ണ് കാണാം, മൊഴിന്നാണ് മൊഴി പേര്. ചെവി കേൾക്കില്ല, സംസാരിക്കില്ല, പക്ഷെ പാട്ടിന്റെ ഒക്കെ താളം വേഗം ഇങ്ങനെ ക്യാച്ച് ചെയ്യണതായിട്ട്, ലിപ് മൂവ്മെന്റ് വേഗം ക്യാച്ച് ചെയ്തിട്ട്. പൃഥ്വിരാജാണോ? എന്തോ? പൃഥ്വിരാജാണ്. പൃഥ്വിരാജും ജ്യോതികയും. വേറൊരു മൂവി ഉണ്ട്, ഊമപ്പെണ്ണിന് ഉരിയാടൻ പയ്യൻ. അത് പഴയ സിനിമ. അതിന്റെ ഒക്കെ ഇതുപോലെ തന്നെ നായകനും നായികയും സംസാരിക്കില്ല, ഒരാൾക്ക് ചെവി കേൾക്കത്തും ഇല്ല, പക്ഷെ അവരെല്ലാം ക്ലിയർ ആക്കും. കാവ്യ മാധവനും പിന്നെ ജയസൂര്യയും കൂടെ ഉള്ള. നന്നായിട്ട് വരയ്ക്കാനുള്ള കഴിവുണ്ട് അതില്. ഞാൻ അവര് വായിക്കുമല്ലോ, കണ്ണ് കാണില്ലേലും തൊട്ട് ഇങ്ങനെ വായിക്കില്ല. എൻ്റെ വീടിനടുത്തൊരു സ്കൂളുണ്ട്, ഞാൻ പോയിട്ടുമുണ്ട്. അപ്പൊ ആ കുട്ടികൾ ഇങ്ങനെ വായിക്കും, ഇങ്ങനെ ഒരു വേറൊരു ലിപിയില് കൈ വെച്ച് വെച്ച് ഇങ്ങനെ ഒരു ഫുള്ളായിട്ട് വായിക്കും അവര്.
ബ്രെയിലി ബ്രെയിലി സ്ക്രിപ്റ്റ്. നിൽക്കുന്ന രീതിയിൽ. ഓക്കെ, സോ അവിടെ എല്ലാം കുട്ടികൾ സെൻസസായി യൂസ് ചെയ്യുന്നത്. ഇനീഷ്യലി ബേർത്ത് തുടങ്ങിയിട്ട് ബേർത്തിന് മുമ്പ് ഈവൻ വോമ്പിൽ വരെയും അവർക്ക് ആ സെൻസ് അവരുടെ വർക്കിംഗ് ആണെന്നാ പറയുന്നത്. അപ്പോൾ ബേർത്തിന് ശേഷം ആ സെൻസ് അവർ ശരിക്കും യൂസ് ചെയ്യുന്നുണ്ട്. കാണാൻ, ടച്ച് ചെയ്യാൻ, ഫീൽ ചെയ്യാൻ, കേൾക്കാൻ, സ്മെൽ ചെയ്യാൻ, അതെല്ലാം സെൻസസ് എല്ലാം നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഈ സെൻസസ് ഒന്നും പ്രോപ്പർ വർക്കിംഗ് അല്ലെങ്കിലുള്ള ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈവൻ ഇപ്പൊ കണ്ണ് കാണാത്ത ഒരാൾ അയാളുടെ ഹിയറിംഗ് നല്ലപോലെ ഉപയോഗിക്കുന്നു. രണ്ടും പ്രശ്നമുള്ളവർ ഇപ്പൊ ഹെലൻ കെല്ലർ ഒരു അസുഖം വന്നു, ഒരു 6 മന്ത് എന്തോ കഴിഞ്ഞപ്പോഴോ, 7 വയസ്സായിട്ടുള്ളൂ. അപ്പോഴും കണ്ടാ തോന്നുന്നു ഹെലൻ കെല്ലറിന് ഒരു പനി വന്നു, മെനിഞ്ചൈറ്റിസ്. അങ്ങനെ പനി വന്നിട്ട് ഹെലന്റെ കാഴ്ചയും അതുപോലെ തന്നെ എന്ത് സംസാരവും എല്ലാം നഷ്ടപ്പെടുന്നത് ഹെലന്. എന്നിട്ട് ഹെലനെ ആനീസ് ലെവൻ എന്നുള്ളൊരു ടീച്ചറാണ് ഇത് ഹെലനെ ഹെൽപ്പ് ചെയ്യുന്നത് ഡെവലപ്പ് ചെയ്യാൻ. പിന്നെ അവര് നല്ല രീതിയിൽ തന്നെ അവർ മുന്നോട്ട് പോവുമായിരുന്നു. അപ്പൊ അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഹെലൻ എന്നിട്ട് ഫ്രസ്ട്രേറ്റഡ് ആവുക. കാരണം ഇത്രയും നാൾ കഴിയുമ്പോഴല്ലേ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നത്. കുറെ ബൈ ബർത്താണ് അല്ല സംഭവിച്ചത്, കുറെ നാളുകൾക്ക് ശേഷമാണ് ഹെലൻ കെല്ലറിന് ഇത് സംഭവിക്കുന്നത്. അങ്ങനെ ആനീസ് ലെവൻ ഒരു ടീച്ചർ വരുന്നു. ടീച്ചറുടെ ഹെൽപ്പോട് കൂടി ഹെലൻ മുന്നോട്ട് ലൈഫിൽ പോവുകയാണ്. കുറേ ബുക്സ് എഴുതിയിട്ടുണ്ട്, അങ്ങനെ പലതും. ഒരു സോഷ്യൽ വർക്കർ ആയിട്ടുണ്ട്. അങ്ങനെ പല കുറേ കാര്യങ്ങൾ ഹെലൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് അറിയാനായിട്ട് പറ്റും. നമുക്ക് പറ്റുവാണെങ്കിൽ നെക്സ്റ്റ് സെഷനിലെ ഹെലനെ കുറിച്ച് ആർക്കെങ്കിലും ഒന്ന് ചെറിയൊരു ഒരു 5 to 5 minutes ഒരു സ്പീച്ച് പോലെ നിങ്ങൾക്ക് പറയാം. ഒരു essay പോലെ പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ ആർക്കെങ്കിലും ഒന്ന് പ്രസന്റ് ചെയ്യാം. ഓക്കെ, ഹെലനെ കുറിച്ച് ഹെലന്റെ കുട്ടി എന്താ 2013 ബാച്ചില് ഇംഗ്ലീഷിന്റെ ഫസ്റ്റ് +1 ഫസ്റ്റ് ഇയറിലുണ്ട് ഹെലൻ കെല്ലറിനെ കുറിച്ച് പഠിക്കാൻ. 2013 ബാച്ചിലൊക്കെ ഉണ്ടായിരുന്നു. സ്കൂളിൽ പഠിച്ചപ്പോൾ 7th സ്റ്റാൻഡേർഡ് ആണോ 8th സ്റ്റാൻഡേർഡ് ആണോ എനിക്ക് ശരിക്കും ഓർമ്മയില്ല. ആ സമയത്ത് ഞങ്ങൾ ഹെലൻ കെല്ലറെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോ ഉണ്ടായിരുന്നു. എന്നിട്ട് കെല്ലറിന് വാട്ടർ എന്നുള്ള വാക്ക് പഠിപ്പിക്കുന്നതാണ് ഫസ്റ്റ് കാണിച്ചത്. വാട്ടർ ടീച്ചർ തൊടിയിപ്പിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കയ്യില് തൊടിയിപ്പിക്കും. എന്നിട്ട് കൈത്തണ്ടയില് എഴുതി കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് വേർഡ്സ് ഉണ്ട് എന്ന് ആദ്യം ഹെലൻ കെല്ലർ മനസ്സിലാക്കണേന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു ഇംഗ്ലീഷ് മൂവി ഉണ്ട് മാം, സെയിം ഇതെങ്ങനെ കാണിക്കുന്നത്, എങ്ങനെയാണ് ആ കൊച്ചിനെ ടേബിൾ മാനേഴ്സ് പഠിപ്പിക്കുന്നത്. അതിന് കണ്ണ് കാണാൻ പറ്റില്ല, പക്ഷെ വേറെ ഒന്നിനും അത് സഹകരിക്കില്ലായിരുന്നു ആ കുട്ടി. എന്നിട്ട് പിന്നെ ആ കുട്ടീനെ കൊണ്ടുവന്ന് ഫസ്റ്റ് ടൈം കൊണ്ടുവന്നിട്ട് വെച്ച് സംസാരിക്കും, പക്ഷെ വാക്കുകൾ പറഞ്ഞു കൊടുത്താലും കേൾക്കാൻ പറ്റില്ല, ഒരു മെന്റലി ആയിരുന്നില്ല. പിന്നെ അങ്ങനെ ട്രൈ ചെയ്ത് ഫസ്റ്റ് ഈ പറഞ്ഞ പോലെ വെള്ളം കൊണ്ടുപോയി ടച്ച് ചെയ്ത് അങ്ങനെ വാട്ടർ എന്ന് പറഞ്ഞ് പിന്നെ എല്ലാം ഇങ്ങനെ പഠിച്ചു കുട്ടി. അതെ, ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയതായിരുന്നു. സ്റ്റേജസ് ഓഫ് ലെസണിൽ പറഞ്ഞില്ല, അല്ലാതെ നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മൾ വിഗ്ഡോസ്കിയും പിയാഗെറ്റിന്റെ കാര്യം വന്ന് ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചു എന്ന് തോന്നുന്നു അല്ലേ. രണ്ടുപേരും ചൈൽഡ് ഡെവലപ്മെന്റിന്റെ സ്റ്റേജസ് പറഞ്ഞു, പക്ഷെ രണ്ടുപേരും പറഞ്ഞത് രണ്ട് രീതിയിൽ പറഞ്ഞു. അത് എന്തുകൊണ്ടാന്ന് ഞാനൊന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള സ്കോളേഴ്സ് അല്ലെങ്കിൽ റിസർച്ചേഴ്സ് ഇവരുടെ ഒബ്സർവേഷൻസ് അവർ സ്റ്റഡി ചെയ്തപ്പോൾ അവരുടെ ഒരു ഫൈൻഡിങ്സ് ആയിരുന്നു, വിഗ്ഡോസ്കിക്ക് സ്ട്രോങ് ആയിട്ട് സോഷ്യോ കൾച്ചറൽ ഒരു സൊസൈറ്റിയിൽ നിന്നാണ് വിഗ്ഡോസ്കി വരുന്നത്. അതായത് വിഗ്ഡോസ്കിയുടെ ഫാമിലി ലൈഫ്, വിഗ്ഡോസ്കി ജീവിച്ചിരുന്ന കമ്മ്യൂണിറ്റി എല്ലാം ഭയങ്കര സ്ട്രോങ് ആയിട്ട് സോഷ്യോ കൾച്ചറൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നത്. അപ്പൊ വിഗ്ഡോസ്കിയുടെ ഒബ്സർവേഷൻ ആ ഡെവലപ്മെന്റൽ സ്റ്റേജ് ആ ഒരു രീതിയിൽ പോയി. ഭയങ്കരമായി സോഷ്യലൈസ് ചെയ്യുവാണെങ്കിൽ കുട്ടികളിൽ ഡെവലപ്മെന്റ് നല്ല രീതിയിൽ നടക്കും എന്നുള്ള രീതിയിൽ വിഗ്ഡോസ്കി ഒബ്സർവ് ചെയ്തു. അതേസമയം പിയാഗെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോൺലി ചൈൽഡ്ഹുഡ് ആയിരുന്നു. ഒറ്റയ്ക്ക് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. സിബ്ലിങ്സ് ഇല്ല, ഫാമിലിയിൽ അധികം ആളുകളില്ല, മെമ്പേഴ്സ് ഇല്ല. ചില ഫാമിലി നമുക്കറിയാം അത് സോഷ്യലൈസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ നൈബേഴ്സിൽ ചിലപ്പോൾ അങ്ങനെയുള്ളവരെ കാണാതിരിക്കും നമുക്ക്. അവർക്ക് എല്ലാവരും ഒരു സംശയത്തോടെ നോക്കുന്ന ചില ആൾക്കാരുണ്ടല്ലോ. ആളുകളുമായിട്ട് ഭയങ്കരമായിട്ട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം, കാരണം ആരുടെയും പ്രൈവസിയിൽ ഇടപെടരുത്. അതല്ല, ഇതിന് മോർ ദാൻ ഇനഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടുള്ള ചില ആളുകളുണ്ട്. അപ്പൊ നമുക്ക് അവർക്ക് അവരുടേതായ ഒരു പ്രൈവസി, അതിലേക്ക് മറ്റുള്ളവർ വരുന്നതിനോട് താല്പര്യമില്ല, മറ്റുള്ളവരോട് അധികം സംസാരിക്കാൻ പോകുന്നില്ല. അങ്ങനത്തെ ചില
ക്യാരക്ടേഴ്സിലുള്ള ചില ആൾക്കാരെ റയറായിട്ടെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പൊ പിയാഗറ്റിന് അതുപോലുള്ളൊരു ചൈൽഡ്ഹുഡ് ആയിരുന്നു. അതുകൊണ്ടാണ് പിയാഗറ്റിന്റെ സ്റ്റേജസിന് ആ ഒരു സ്റ്റൈൽ വന്നിരിക്കുന്നതെന്നാണ് ഇപ്പോഴുള്ള സ്കോളേഴ്സ് റിസർച്ചേഴ്സ് ഒക്കെ അവരുടെ ഒരു ഫൈൻഡിങ്സ്. എനിവേ നമ്മൾ ഇത് എല്ലാ സ്റ്റേജസിലും കൂടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതാണ് നമുക്ക് ബെറ്റർ ആയിട്ട്, മീൻസ് അങ്ങനെ കുട്ടികളിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിന്റെ എല്ലാം ഒരു റിഫ്ലക്ഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ പിയാഗറ്റിന്റെ ആണെങ്കിലും വിഗ്ഡോസ്കിയുടെ ആണെങ്കിലും പിന്നെ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഞാൻ പറഞ്ഞിരുന്നു, അത് നമുക്ക് പറയാനുണ്ടെങ്കിൽ സിഗ്മണ്ട് ഫ്രോയിഡ് ശരിക്കും സൈക്കോ സെക്ഷൽ രീതിയിലാണ് കുട്ടികളിലെ ഓരോ ഡെവലപ്മെന്റും അവരുടെ ഒരു സെക്ഷൽ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞത്. ഓക്കെ, നമുക്ക് നമ്മുടെ PDF നോക്കാം, എന്നിട്ട് നമുക്ക് ഇവരുടെ ഓരോരുത്തരിലേക്കും പോവാം. സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഒരു 3 ബുള്ളറ്റ് പോയിന്റ്സ് കാണാം. 3 വായിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ 3 വായിക്കുക കേട്ടോ. യെസ് മാം, ഞാൻ റീഡ് ചെയ്യാം. ഹലോ. പറഞ്ഞോളൂ, വായിച്ചു. Okay, in active stage, this stage is characterized by the child's description of things and events in terms of suitable motor response activities. In this stage, the child knows the world only through the medium of operation, not through the words or images. For example, the infant understands his environment by touching, biting, and grasping. Iconic stage. This stage is characterized by the child's description of things and events in terms of audio-visual images or mental picture. In this stage, information is gained by imagery and the child is a prisoner of his affective world. Symbolic stage. During this stage, symbolic representation in this form of words, symbols, and other imaginary abstract phenomena takes the place of motor activities and audio-visual images. Here the child uses in symbolic activities such as language and mathematics. ഓക്കെ, 3 സ്റ്റേജസ് ആയിട്ട് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിനെ ഡിവൈഡ് ചെയ്തിരിക്കുക. ഇനാക്റ്റീവ് സ്റ്റേജ്, ആ സ്റ്റേജിൽ എല്ലായിടത്തും എന്താ പറയുക, അവരവരുടെ സെൻസസ് യൂസ് ചെയ്യുന്നുണ്ട്. എൻവയോൺമെന്റിൽ എന്തെങ്കിലും കാണുമ്പോൾ അവർക്ക് പോയി അത് എടുക്കാനും തൊടാനും ചിലപ്പോൾ കടിക്കാനും ഒരു ടെൻഡൻസി ഉള്ളൊരു ഏജാണ് അല്ലേ. അപ്പൊ നമ്മൾ പറയില്ലേ കുഞ്ഞു കുട്ടികളെ കുറിച്ച്, എന്ത് കിട്ടിയാലും വായിൽ വെക്കും, എന്ത് കിട്ടിയാലും അവർ വായിലേക്ക് കൊണ്ടുപോകുന്നു. ആക്ച്വലി അവരത് സെൻസ് ചെയ്യണതാണ്, അവരെ എക്സ്പ്ലോർ ചെയ്യുക, എന്ത് സാധനമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ടച്ചിങ്, ബൈറ്റിങ്, ഗ്രാസ്പിങ്. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആവശ്യമില്ലാത്ത പലതും അവർ വായിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ ഒരു പ്രോബ്ലം അവർക്കുണ്ട്. അപ്പൊ അവര് എക്സ്പ്ലോർ ചെയ്യുകയാണ്, വേർഡ്സും ഇമേജസും വെച്ചിട്ടായിരിക്കും അവർ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നത്. അല്ലാണ്ട് തുടക്കത്തിലേ തന്നെ അവർ ബ്രെയിൻ യൂസ് ചെയ്യുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അവരുടെ പ്രീവിയസ് പാരഗ്രാഫിൽ പറഞ്ഞു, അബ്സ്ട്രാക്ട് തിങ്സിനെ പറ്റി അവർക്കൊരു ഐഡിയ ഇല്ല. വാട്ട് ഈസ് മെൻ ബൈ ഹോണസ്റ്റി, അതൊന്നും ആ ഒരു ലെവലിലേക്കൊന്നും അവരുടെ തിങ്കിങ് ആവുന്നില്ല. അവരവരുടെ ചുറ്റുമുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രമേ ബോധർ ചെയ്യുന്നുള്ളൂ. അല്ലാണ്ട് ട്രൂത്ത്ഫുൾ, ഓണസ്റ്റ് അങ്ങനെയുള്ള അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വന്നിട്ടില്ല. അത് വരും ഒരു 5, 6 ആ ഒരു ഏജിന്റെ മുകളിലേക്ക് ചെല്ലുമ്പോഴേക്കും അവർ പറയില്ലേ സത്യം ചെയ്യാമോ എന്നൊക്കെ പറഞ്ഞ് ഈവൻ ഫ്രണ്ട്സിനോടും പാരൻസിനോടും സിബ്ലിങ്സിനോടൊക്കെ പറയും. അങ്ങനെയൊക്കെ അങ്ങനത്തെ ആ ഒരു ഓണസ്റ്റി എന്നുള്ളതിലേക്ക്, ആ ഒരു കൺസെപ്റ്റിലേക്ക് അവർ പോകുന്നത്, അവരുടെ തിങ്കിങ് മാറുവാണ് അവിടെ. ഓക്കെ, നെക്സ്റ്റ് ഐക്കോണിക് സ്റ്റേജ് പറഞ്ഞു. പിന്നെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഓഡിയോ വിഷ്വൽ, ശബ്ദം പിന്നെ വിഷ്വൽ, അതാണ് ഇവരുടെ മുന്നിലേക്ക് പെട്ടെന്ന് വരുന്നത്. ചിലപ്പോൾ ഒരു കിളിയുടെ ശബ്ദം കേൾക്കുമ്പോൾ അവർക്കറിയാം അത് ബേർഡാണെന്നുള്ളത്, ആ ഒരു റീസണിങ്ങിലേക്ക്, ആ ഒരു തിങ്കിങ്ങിലേക്ക് അവർ വരും. പിന്നെ ആനയുടെ പിക്ചർ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ആനയാണ്, അല്ലെങ്കിൽ ആനയുടെ ടോയ് കാണുമ്പോൾ അത് ആനയാണ്. ഇപ്പൊ TV അതുപോലെ എന്തെങ്കിലും മൂവി ആണെങ്കിൽ അവർ ആനാന്ന് ചിലപ്പോൾ ഉറക്കെ വിളിച്ചു പറയും. അതിന്റെ ചെറു പ്രായത്തിൽ അവർ എലിഫന്റിന്റെ ഒരു ടോയ് ആയിട്ട് അവർ കളിച്ചിട്ടുണ്ടാകാം. പിന്നീട് ഇതിന്റെ വിഷ്വലൊക്കെ കാണുമ്പോഴേക്കും അവർ കുറെ കൂടെ അവരത് യൂസ്ഡ് ആവുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ചുറ്റുമുള്ള ആ വേൾഡ് കൂടുതൽ അവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഏജ് അല്ലല്ലോ. ആ ഒരു വേൾഡിലെ ഒരു പ്രിസണറെ പോലെയാണ് അവർ. അതും ആ ഒരു ലിമിറ്റേഷൻസ് അവർക്കുണ്ട്. ആ ചുറ്റുമുള്ളതിനെ മാത്രം അവർ എക്സ്പ്ലോർ ചെയ്യാണ്. നമ്മളോട് നമ്മളുടെ പ്രായമായവരോ അല്ലെങ്കിൽ ചിലപ്പോൾ ഡോക്ടേഴ്സൊക്കെ ഇങ്ങനെ കുട്ടി അധികം ആക്റ്റീവ് അല്ല എന്നൊക്കെ പറയുമ്പോഴേക്കും പറയില്ലേ
കുട്ടിയെ കൊണ്ടൊന്ന് പുറത്ത് പോകണം, പാർക്കിൽ പോകണം, എന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ കൊണ്ടുപോകണം, ആൾക്കാരുമായിട്ടൊന്ന് സോഷ്യലൈസ് ചെയ്യിക്കണം, അങ്ങനെയൊക്കെ ചില ഡോക്ടേഴ്സ് പറയാറുണ്ട്. അപ്പൊ ശരിക്കും അവരെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പൊ അവര് കൂടുതൽ കാര്യങ്ങൾ കാണുന്നു, കേൾക്കുന്നു. അപ്പൊ അത് അവരുടെ ഉള്ളിൽ ശരിക്കും കിടക്കും. അപ്പൊ ആ ഒരു ഇമേജസ്, ആ ഒരു ഓഡിയോ, അതെല്ലാം അവരുടെ ഉള്ളിൽ വരും. അവരത് പിന്നെ അവർ കണക്ട് ചെയ്യും. പല കാര്യങ്ങളും അവർ മനസ്സിലാക്കിയ കാര്യങ്ങളുമായിട്ട് അവർ കണക്ട് ചെയ്യും. വേർഡ്സ്, നെക്സ്റ്റ് സ്റ്റേജ് വരുമ്പോൾ വേർഡ്സ്, സിമ്പിൾസ്, അതെല്ലാം അവർ യൂസ് ചെയ്യും. അവർക്ക് അവരുടേതായ വാക്കുകൾ ഉണ്ടായിരിക്കും ഉപയോഗിക്കുന്നത് പലതിനും. നമ്മളത് എത്ര തിരുത്താൻ ശ്രമിച്ചാലും അവര് അത് തന്നെ ഇങ്ങനെ പറയും. കുറച്ചുകൂടെ വലുതാവുമ്പോഴേ അവർക്കത് മാറുള്ളൂ. ലൈക്ക് പറഞ്ഞില്ലേ, കുറച്ചുകൂടെ അവരൊരു ഏജ് ആവുമ്പോഴേക്കും ആണ് അവർക്കത് കറക്റ്റ് മാറുള്ളൂ. ഒരു സിമ്പിൾസ് യൂസ് ചെയ്യും, വേർഡ്സ് യൂസ് ചെയ്യും. ചിലപ്പോൾ ചില കുട്ടികൾ വരയ്ക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ എന്തെങ്കിലും അവർക്കിപ്പോൾ ഒരു ബേർഡ് ആണെങ്കിൽ അവർ അതുമായിട്ട് ചിലപ്പോൾ സാമ്യമില്ലാത്ത കാര്യം വരച്ചു വെക്കും, പക്ഷെ അവരെ സംബന്ധിച്ച് അത് ബേർഡാണ്. അപ്പൊ അങ്ങനെയുള്ള സിമ്പിൾസ് അതെല്ലാം അവർ യൂസ് ചെയ്യും. സിംബോളിക് ആക്ടിവിറ്റീസ്, ലാംഗ്വേജ്, അവരുടെ ലാംഗ്വേജും മാത്തും അരിത്തമെറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളും, 1, 2 അതൊക്കെ അവർ മനസ്സിലാക്കും. എത്ര എടുക്കാനായിട്ട് പറയും, അപ്പൊ അവരത്രയും കൗണ്ട് ചെയ്തെടുക്കുന്നത് അതെല്ലാം ഇവരിൽ വരികയാണ്. അത് 3 years ഒക്കെ ആകുമ്പോൾ ശരിക്കും അവർ കൗണ്ടിങ് അവരിൽ നല്ലപോലെ വരും. പിന്നെ അതുപോലെ തന്നെ അവരുടെ തന്നെ ബോഡി പാർട്സ്, അങ്ങനെ കുട്ടികൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, ആ ഒരു 3 yearsനുള്ളിൽ കണ്ണേതാ, മൂക്കേതാ എന്നൊക്കെ നമ്മൾ ചോദിക്കും. നിങ്ങൾക്ക് അതൊക്കെ ഒരു ആക്ഷൻ സോങ് ഉണ്ടാക്കാം കേട്ടോ. സ്കൂളിലൊക്കെ പോകുമ്പോഴേക്കും അതൊരു ആക്ഷൻ സോങ് പോലെ ചെയ്യിക്കാം. നമ്മൾ ചോദിക്കില്ലേ കുഞ്ഞു ബേബീസിനോട്, അവയുടെ കണ്ണെവിടെയാ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചോദിക്കില്ലേ. അതെനിക്ക് തോന്നുന്നു ഫസ്റ്റ് ബാച്ചിന്റെ ഒരു കുട്ടി അത് ഇംഗ്ലീഷിലേക്ക് ആക്കിയിട്ട് നല്ല ടോണിൽ ഒരു റൈം ആക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധി വികാസം, നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ അത് തന്നെയാണ്. സോ നെക്സ്റ്റ് അത് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്. ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് എവിടെ, മെന്റൽ ഡെവലപ്മെന്റ് നടക്കുന്നു. ഫിസിക്കൽ ഡെവലപ്മെന്റ് വൺ സൈഡിൽ നടക്കുമ്പോൾ കുട്ടിയുടെ ബുദ്ധി വികാസം അത് നടക്കുവാണ്. മെന്റൽ ഡെവലപ്മെന്റും നടക്കുവാണ്. ഇന്റലക്ച്വൽ ബുദ്ധിയുടെ ലെവല് അതെല്ലാം നടക്കുക. IQ ലെവൽ ഫോം ചെയ്യും. നമുക്ക് ആ ഒരു സമയത്താണ് കുട്ടികളുടെ യുണീക്നെസ് കുറച്ചുകൂടി നമുക്ക് ക്ലിയർ ആവുന്നത്. ബൈ ബർത്ത് എല്ലാ ബേബീസും ഒരുപോലെ പറഞ്ഞ ആ സ്റ്റേജസ്, 3-ാം മാസം എഴുതുന്നു, ഇരിക്കുന്നു, പിടിച്ചു നിൽക്കുന്നു, നടക്കുന്നു, അങ്ങനെ ഓടുന്നു, അങ്ങനെയൊക്കെ ഇരുന്ന് കളിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളും കരച്ചിൽ എല്ലാവരും ജനിച്ച് കുറച്ച് അതെല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആയി നടക്കും. പക്ഷെ ഇവരുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നടക്കുമ്പോഴാണ് കുട്ടികളുടെ ടേസ്റ്റസ്, അവരുടെ തിങ്കിങ്, റീസണിങ്, അവരുടെ മെന്റൽ ഡെവലപ്മെന്റ് നമുക്ക് മനസ്സിലാക്കണം. ആ സമയത്താണ് പല കുട്ടികളുടെയും എന്താ പറയുക അഭിരുചി, അവരുടെ ആപ്റ്റിറ്റ്യൂഡ് ഓരോന്നും നമുക്ക് മനസ്സിലാവുന്നത്. അവരുടെ ഇൻട്രസ്റ്റ് എവിടെയാണ്, അവർക്ക് എന്തിലാണ് കൂടുതൽ ഇൻട്രസ്റ്റ് വെച്ചിട്ട് നല്ലപോലെ പാടുന്നതായിട്ട് ഒരു 4 years ഒക്കെ ആകുമ്പോഴേക്കും ഡാൻസ്, പാട്ട്, പിന്നെ വരയ്ക്കുന്നത് നമുക്ക് മനസ്സിലാകും. അപ്പം അതെല്ലാം ഒരു 4 years ഒക്കെ ആകുമ്പോഴേക്കും അവർക്ക് എന്തിലാണ് ഇൻട്രസ്റ്റ് എന്നുള്ളത് ഒക്കെ മനസ്സിലാവും. പഠിക്കുന്നതിനേക്കാൾ ചിലപ്പോൾ ചില കുട്ടികൾ വരയ്ക്കുന്നതിൽ താല്പര്യം കാണിക്കാം, പാട്ടിൽ കാണിക്കാം, ഡാൻസിൽ കാണിക്കാം. ചില കുട്ടികൾക്ക് ചിലപ്പോൾ ഡാൻസിന്റെ തന്നെ പല പല ഫോംസ് ഉണ്ടല്ലോ, ക്ലാസിക്കൽ അല്ലാത്തതൊക്കെ പല പല ഫോംസ് ഉണ്ട്. അപ്പോൾ അവർ കൂടുതൽ അതിലേക്ക് ഇൻട്രസ്റ്റ് കാണിക്കും. അങ്ങനെ അങ്ങനെ നമുക്ക് കാണാം. ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് അത് ഒന്ന് ആരെങ്കിലും വായിക്കാമോ? പോയിന്റ്സിന് മുമ്പ് വരെ കേട്ടോ, ആ ഒരു പാരഗ്രാഫ്, ചെറിയ പാരഗ്രാഫ് ഒന്ന് വായിച്ചാൽ മതി. Ma'am, during later childhood, children enter into Pygaard's concrete operational stage of creative development. They begin to think logically but are unable to think in abstract terms. Children develop powers of observation, attention, reasoning, and abstract thinking. They can focus on more than one aspect of a situation and can universally experience what happens around them. ഓക്കെ ഫൈൻ. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ആ ഒരു ചെറിയ ആ ഒരു കളിച്ചിങ്ങനെ നടക്കുന്ന പ്രായത്തെക്കാളും കുറച്ചുകൂടെ അവര് വലുതാവുമ്പോൾ
4-5 years ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ പിയാഗറ്റിന്റെ സ്റ്റേജസ് ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിയാഗറ്റ്സ് പറഞ്ഞിരിക്കുന്ന ആ ഒരു സ്റ്റേജിൽ നിന്നും അവര് അതുമായിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്യുക. അവർ ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യാൻ തുടങ്ങുന്നു. തുടക്കത്തിൽ അവർക്കൊരു ടോയ് കൊടുക്കുമ്പോൾ അവർക്കത് ജീവനുണ്ടെന്ന് തോന്നും. പക്ഷെ പിന്നീട് അവർക്ക് മനസ്സിലാകും ദാറ്റ്സ് എ ടോയ്, അതൊരു ടോയ് ആയിരുന്നു, അത് സ്റ്റില്ലാണ്. നമ്മൾ എന്ത് അതിനോട് പറഞ്ഞാലും അതിന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല. കീ കൊടുക്കുന്നത് അത് കീ കൊടുക്കുന്നു, ബാറ്ററിയിലാണ്, അത് പോയി നിന്ന് കഴിഞ്ഞാൽ നിന്നു, അത്രയേ ഉള്ളൂ. അതൊക്കെ അവർ മനസ്സിലാക്കണം. അപ്പൊ ആ ലോജിക്കൽ തിങ്കിങ് അവരിൽ നല്ല പോലെ വരും. നമ്മളൊരു നമ്മളിപ്പോ വലുതാവുമ്പോഴും നമുക്ക് ആ ലോജിക്കൽ തിങ്കിങ് ഉണ്ടല്ലേ. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കാണുമ്പോൾ ഇത് ലോജിക്കൽ, ഇത് പ്രാക്ടിക്കൽ ആണോ എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിച്ചല്ലേ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. സോ അതാണ് ആ ലോജിക്കൽ അനാലിസിസ് ആണത്. പക്ഷെ എന്ന് കരുതിയിട്ട് അവർക്ക് ചില അബ്സ്ട്രാക്ട് കാര്യങ്ങളൊന്നും ആലോചിക്കാൻ, കാരണം നമ്മൾ ഭയങ്കര സത്യസന്ധരായിരിക്കണം അങ്ങനെ ഇങ്ങനെ അതിലേക്കൊന്നും അവരെത്തിയിട്ടില്ല. പക്ഷെ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന ആ കൺഫ്യൂഷൻസ് എല്ലാം അവർക്ക് മാറി. ഇറ്റ്സ് എ ടോയ്, അത് മനസ്സിലായി. ജീവനുള്ളത് ഏതാണ്, ജീവനില്ലാത്തത് ഏതാണ് മനസ്സിലായി. പക്ഷെ ഞാനിങ്ങനെ എന്താ പറയാ, പാരൻസിനോട് സ്നേഹമുണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് പാരൻസിനോടും കമ്മിറ്റ്മെന്റ് ഉണ്ട്, കടമയുണ്ട്, അത് ആലോചിക്കാനുള്ള ആ ഒരു അബ്സ്ട്രാക്ട് ടേംസിലേക്കൊന്നും അവരെത്തിയിട്ടില്ല. എന്നാൽ ഒരു ടീനേജ് ഒക്കെ വരുമ്പോഴല്ലേ കുട്ടികളാണ് എനിക്ക് വേണ്ടിയിട്ട് പാരൻസ് ഇത്രയും കഷ്ടപ്പെടുന്നു, ഞാൻ അവർക്ക്. പക്ഷെ ഈ ഒരു കുഞ്ഞു പ്രായത്തിൽ അവർക്ക് അത് അറിയില്ല. അതന്നെ അബ്സ്ട്രാക്റ്റീവ് ടേംസ് ഒന്നും അതിനെപ്പറ്റി അവർക്ക് അറിയില്ല എന്ന് പറയുന്നത്. അവർ നല്ലതുപോലെ ഒബ്സർവ് ചെയ്യും, ശ്രദ്ധിക്കും, അറ്റൻഷൻ, പിന്നെ റീസണിങ് നല്ലതുപോലെ അത് ഹാൻഡിൽ ചെയ്യും. അതുപോലെ അബ്സ്ട്രാക്ട് തിങ്കിങ്ങും അവർക്ക് വരും. അതായത് ഇപ്പൊ എന്ത് കാര്യം കണ്ടാലും അവരത് ശ്രദ്ധിക്കും. ഒരു TV വെച്ചിരിക്കുവാണെങ്കിൽ അവരത് ശ്രദ്ധിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ആരെങ്കിലും ഇപ്പൊ എന്താ പറയാ, ഒരു പാട്ട് പാടുമ്പോഴോ അതിനോട് ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് അവരത് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ വരച്ചുകൊണ്ടിരിക്കുന്നു, അങ്ങനെയോട് താല്പര്യം ഉണ്ടെങ്കിൽ അവരത് നോക്കിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ, ലൈക്ക് നമ്മളെ വീട്ടിൽ നമ്മളുടെ പ്രയർ സമയത്ത് ഓരോരുത്തരും അവരുടെ ബിലീഫിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇവരത് ഒബ്സർവ് ചെയ്യും. അവർക്ക് ഒബ്സർവേഷൻ കൂടുതലാണ് ആ ഒരു സമയത്ത്. അവർ ശ്രദ്ധിക്കും, ചുറ്റുമുള്ളതെല്ലാം ശ്രദ്ധിക്കും. അത് തന്നെയാണ് മോണ്ടിസോറി പറയുന്നതും. ഇവർ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങുന്നു യൂണിവേഴ്സ്. അതുകൊണ്ടാണ് മോണ്ടിസോറി സ്കൂളുകളിൽ യൂണിവേഴ്സിന്റെ ഒരു സ്മോൾ വേർഷൻ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുക എന്ന് പറയുന്നത്. കുട്ടി പുറത്തേക്കുള്ള വേൾഡിലേക്ക് പോകുമ്പോൾ കൺഫ്യൂഷൻ ഇല്ല. കാരണം ആ വേൾഡിന്റെ ഒരു ചെറിയ ഒരു പതിപ്പിലൂടെ ഓൾറെഡി അവൻ കടന്നു പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കുട്ടികൾ അങ്ങനെ യൂണിവേഴ്സ് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെയാണ് മറിയ മോണ്ടിസോറി പറഞ്ഞത്. ഈ ഒരു സമയത്ത് ഇവരുടെ മെന്റൽ ഡെവലപ്മെന്റും കോഗ്നിറ്റീവ് എബിലിറ്റി, അവരുടെ ബുദ്ധി, ആ ഒരു എബിലിറ്റി അതെങ്ങനെയാണെന്നുള്ളത് അതിൽ ചേഞ്ചസ് ആണ്. 1, 2, 3, 4, 5 എന്ന് പറഞ്ഞിട്ട് 5 പോയിന്റ്സ് ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആ 5 പോയിന്റ്സ് ആരെങ്കിലും ഒന്ന് വായിക്കാം? ഞാൻ വായിക്കാം. The major development changes of a cognitive ability during this period they are: during the basic school period, the child's ability to consume information and accumulate ideas increase and his memory become more efficient. Second one, his capacity to generalize as well as ability for logical thinking increases. Third one, the child become more efficient in selecting, developing and applying cognitive operations in relation to material objects. Fourth one, at this age, the child tends to live in a world of make believe of which he himself is the creator. Fifth one, children become increasingly concerned with the cause and effect relationship in physical and natural phenomena in the environment. 5 ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിലെ 5 മേജർ ഡെവലപ്മെന്റ് ചേഞ്ചസ് ആണ് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പീരീഡിൽ. എന്ന് വെച്ചാൽ അവർക്ക് ഓൾറെഡി കൺഫ്യൂഷൻസ് മാറിക്കഴിഞ്ഞു, അവർക്ക് ടോയ് ഏതാണ്, ലിവിങ് തിങ്സ് ഏതാണെന്ന് മനസ്സിലായി കഴിഞ്ഞു. ബട്ട് ലൈക്ക് അവർക്ക് അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ചില കാര്യങ്ങളൊന്നും അവർക്ക് അബ്സ്ട്രാക്ട് തിങ്കിങ് അവർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ദിസ് ഇസ് മൈ പാരന്റ് അതറിയാം. ഇതിന്റെ അച്ഛനാണോ, അമ്മയാണ്, ചേച്ചിയാണെന്നോ, ഗ്രാൻഡ് പാരൻസ് ആണെന്നോ അതറിയാം. പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ അത് വേറൊരു അങ്കിൾ ആണെന്നോ അല്ലെങ്കിൽ ഏജ് വെച്ചിട്ട് അവരെ മുത്തശ്ശാന്നോ എന്തെങ്കിലും ഒക്കെ അവർ വിളിക്കുകയായിരിക്കും. അതെല്ലാം ഇവരുടെ ഒരു ഡെവലപ്മെന്റിന്റെ ഭാഗം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഒരു ഓട്ടിസം ഉള്ള ഒരു കുട്ടി, അവന് റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയില്ല. പക്ഷെ വൺസ് അവൻ്റെ അടുത്ത് അവർ പറഞ്ഞു കഴിയുമ്പം
ആ ഒരു ടൈമിൽ നെക്സ്റ്റ് മൊമെന്റ് അവൻ മറന്നു പോകും. ലൈക്ക് അവനെ എല്ലാരും എന്താണോ വിളിക്കുന്നത് അത് തന്നെ അവനെ എല്ലാരെയും വിളിക്കും. നീന്ന് അവനെ അവന്റെ പാരന്റ്സും ഗ്രാൻഡ് പാരന്റ്സും വിളിക്കുമ്പോൾ കാണുന്നവരെല്ലാം അവൻ നീന്നാണ് വിളിക്കുന്നത്. സോ യു ഡോണ്ട് നോ ഹൗ ടു സല്യൂട്ട് ഈച്ച് റിലേഷൻഷിപ്പ്. അപ്പൊ ആ ഒരു പ്രോബ്ലം, അതൊരു പ്രോബ്ലമായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം അത് അവന്റെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിലെ ചേഞ്ചസ് കൊണ്ട് സംഭവിച്ചതാണ്. അവന് ചെറിയ രീതിയിൽ ഒട്ടിസം ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണ്. അവര് എന്താ പറയാ, തിരുത്തുമ്പോ അവൻ ജസ്റ്റ് അപ്പൊ പറയും, പക്ഷെ പിന്നെ അത് അവന്റെ മൈൻഡിൽ നിന്ന് പോകും. പക്ഷെ ഇടയ്ക്ക് ഒരു സ്ട്രൈക്ക് പോലെ അവനത് വരും, പെട്ടെന്ന് അവൻ മാറ്റാറുമുണ്ട്. അപ്പൊ അതൊരു കണ്ടിന്യൂസ്ലി അവൻ്റെ അത് പറഞ്ഞു കൊടുക്കുമ്പോ അവന് അങ്ങനെ അവന്റെ കൂടെയുള്ളവര് ഈവൻ അവന്റെ മമ്മിയാണെങ്കിലും പപ്പയാണെങ്കിലും അവൻ ആ സമയത്ത് മമ്മി പപ്പ എന്നൊക്കെ പറഞ്ഞാലും ഇൻ ബിറ്റ്വീൻ, ഇപ്പൊ നമ്മളെ എപ്പോഴും നീ എന്ന് പറയുന്ന പോലെ അവരുടെ എപ്പോഴും നീ എന്ന് പറയില്ല. ഇൻ ബിറ്റ്വീൻ എപ്പോഴും 1 or 2 ടൈംസ് അവന്റെ നീ എന്ന് അവരോട് വരുള്ളൂ. അവൻ കൂടുതലും കണക്ട് ചെയ്യുന്നത് ആ പാരന്റ്സുമായിട്ടും ഗ്രാൻഡ് പാരന്റ്സുമായിട്ടാണ്. അപ്പൊ എപ്പോഴും അവരെ കണ്ട് അത് പപ്പയാണ് മമ്മിയാണ് അല്ലെങ്കിൽ അത് അമ്മാമ്മയാണ് എന്നുള്ളത് ഉള്ളിലുണ്ട്. പക്ഷെ വല്ലപ്പോഴും കാണുന്നവർ അവന് നീ തന്നെയാണ്. അപ്പൊ അത് അവന്റെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് വന്ന ആ ഒരു ചേഞ്ചസ് കൊണ്ട് സംഭവിച്ചതാണ്. പക്ഷെ ബാക്കി ചില ഏരിയാസിൽ അവൻ ഭയങ്കരമായിട്ട് മെച്യൂറായിട്ട് സംസാരിക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞിരുന്നല്ലോ, മരം വെട്ടിയപ്പോൾ അവൻ ഭയങ്കരമായിട്ട് കരഞ്ഞൊരു കുട്ടിയാണ്. എന്ന് വെച്ചാൽ മരത്തില് കിളിക്കൂടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ കോവിഡ് സമയത്താണ് ഞാൻ ആ കുട്ടിയെ പഠിപ്പിക്കുന്നത്. ലൈക്ക് ഓൺലൈനായിരുന്നു. ഞാനിവിടെ പറവൂരും ആ കുട്ടി കൊല്ലത്തുള്ളതാണ്. പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഓൺലൈനിലല്ലേ ചെയ്യുന്നത്, സൂമിലൂടെ ചെയ്തിരുന്നത്. ഒരു ദിവസം വരുമ്പോൾ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞ് കരഞ്ഞ് വരുക. അപ്പം ഞാൻ ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, നീ മരം വെട്ടരുതെന്ന് എന്നോട് പറയുക. ഞാൻ അതെന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നമുക്കൊക്കെ വീടില്ലേ, അവർക്ക് വീടില്ലാണ്ടാവും കിളികൾക്ക്. അപ്പൊ അവന്റെ വീടിന് അടുത്തുള്ളൊരു വീട്ടിലെ ഒരു മരം വെട്ടി, ആ മരത്തിലൊരു കിളിക്കൂടുണ്ടായിരുന്നു. മരം വെട്ടിക്കഴിഞ്ഞപ്പോ കിളിക്കൂട് നിലത്തേക്ക് വീണു. അത് അവന് ഭയങ്കര ഫീൽ ചെയ്തു. ഞാൻ പഠിച്ചൊരു പാഠം കേട്ടോ ആ മോന്റെ അടുത്തുനിന്ന്. അവൻ ആ സമയത്ത് 2nd സ്റ്റാൻഡേർഡിൽ എന്തോ പഠിക്കുന്ന ഒരു ഏജ് ആയിരുന്നു. എനിക്കിപ്പോഴും അത് മനസ്സിലുണ്ട്. കോവിഡ് ടൈം എന്ന് പറയുമ്പോൾ 2019-20 ആ സമയമല്ലേ, ആ ഒരു ടൈം, ഇത്രയും ഒരു 4 years. അന്ന് ആ മോൻ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. പിന്നെ പാരൻസിന് എപ്പോഴും അമ്മ ഡോക്ടർ, അച്ഛനും ഡോക്ടർ, രണ്ടുപേരും ഡോക്ടേഴ്സ് അല്ലേ, ആകെയുള്ളൊരു മോൻ. അപ്പൊ അവനെ ഒന്ന് അക്കാദമിക്കലി ഡെവലപ്പ് ചെയ്യാന്നുള്ളത് അവരുടെ ഒരു ആഗ്രഹം, അതിൽ തെറ്റില്ല കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവനെ കണ്ടിന്യൂസ് ആയിട്ട് ഇവനിങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുക, ഇവനെ പഠിപ്പിക്കാനുള്ള രീതിയിൽ. അപ്പൊ ഇവൻ പരീക്ഷ എന്നുള്ളതൊന്നും ഈ കുട്ടിക്ക് അറിയില്ല. അത് കോവിഡ് ടൈമാണ്. കുറച്ച് കാലേ സ്കൂളിൽ പോയിട്ടുള്ളൂ. ഏതോ CBSE സ്കൂളിൽ ചേർത്തതാ, പക്ഷെ അവര് പറഞ്ഞു ഞങ്ങൾക്ക് നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഗവൺമെന്റ് സ്കൂളിൽ കൊണ്ട് ചേർത്തു. അപ്പൊ അവിടെ ടീച്ചേഴ്സ് ഭയങ്കര കാര്യമായിട്ട് കെയർ ചെയ്തിരുന്നു കുട്ടിയെ. കുറച്ച് കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇൻഡിവിജ്വൽ അറ്റൻഷനൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് കോവിഡ് വന്ന് അവൻ വീട്ടിലായി പോയത്. അപ്പം എന്താ പറയുക, ആ ടീച്ചേഴ്സിനെ ഭയങ്കര ഇഷ്ടം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ആ ഓട്ടിസത്തിന്റെ ആ ലെവൽ അനുസരിച്ച് അവന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പീർ ഗ്രൂപ്പുമായിട്ട് അവൻ മിങ്കിളാവില്ല. അവന്റെ സമപ്രായക്കാരായിട്ട് അവൻ ഒട്ടും ചേരില്ല. അവന് ഏജ്ഡ് ആയിട്ടുള്ളവരോടാണ് അവന് ഇഷ്ടം. അതായത് അവൻ കണ്ടിരിക്കുന്നത് കൂടുതലും അവന്റെ അമ്മാമ്മ, ഞാനും ആ ഒരു സർക്കിളിലേക്ക് ചെന്നപ്പം ഞങ്ങൾ 3 പേരായി. പിന്നെ അവന്റെ ഒരു വേൾഡ് എന്ന് പറയുന്നത് നമ്മളിലൂടെയാണ് അവൻ പലതും തിരിച്ചറിയാൻ തുടങ്ങിയത്. അപ്പൊ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ടീച്ചർമാരെ അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ടീച്ചർമാരൊക്കെ ആ ഒരു ഏജ്, ആ ഒരു ഇതിലല്ലേ വരുന്നത്. പക്ഷെ ഒത്തിരി ഡെവലപ്പായി. പരീക്ഷ, അപ്പൊ അവന്റെ അമ്മാമ്മയ്ക്ക് അവൻ പരീക്ഷ എഴുതി കാണണം എന്ന് ആഗ്രഹം. അപ്പൊ അങ്ങനെ അപ്പൊ അവനും പരീക്ഷ എന്നൊക്കെ കേട്ടപ്പം അത് എന്തോ സംഭവമാന്ന് വെച്ചിട്ട് അങ്ങനെ എക്സാം ഒക്കെ നടത്തി എന്നെ കൊണ്ട് എഴുതിപ്പിക്കുമായിരുന്നു. ചോദിക്കണേ ഞാൻ മാത്രം എന്തിനാ എഴുതുന്നേ, നീ അവിടെ വെറുതെ നിൽക്കല്ലേ, അതാണ് എന്നോട് ചോദിക്കുന്നത്. ഞാനും അവൻ്റെ ഒപ്പം എഴുതും. അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മളുടെ ക്ലാസ് പോയത്. പക്ഷെ അവൻ ആ ഒരു മലയാളമൊക്കെ നല്ല രീതിയിൽ ഓക്കെ. അപ്പൊ അവനെ തോന്നുന്നു കുട്ടികൾ ആ സ്പെഷ്യൽ സ്കൂളിലേക്ക് തന്നെ അഡ്മിഷൻ ആക്കിയെന്ന് തോന്നുന്നു. പിന്നെ കണക്ഷനൊന്നുമില്ല. അപ്പൊ ആ കുട്ടിയിൽ നിന്ന് ഞാൻ കുറെ കാര്യങ്ങൾ പഠിച്ചിരുന്നു കേട്ടോ. ശരിക്കും ഇപ്പോഴും എനിക്ക് മനസ്സിലുള്ള കുറേ കാര്യങ്ങൾ ഞാൻ ക്ലാസ് ഒക്കെ എടുക്കാൻ പോകുമ്പോൾ ശരിക്കും അവൻ പറഞ്ഞ പല പോയിന്റ്സും ഞാൻ എഴുതി വെക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ
അവൻ പറഞ്ഞത് വെച്ചിട്ടൊക്കെ എനിക്ക് ക്ലാസ് ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും കുട്ടി പറയുന്നത്, പക്ഷെ അതിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ, എനിക്ക് ആ കിളിയുടെ അത് പറഞ്ഞപ്പോ അത്രയും കുട്ടി ഇമോഷണൽ ആയിട്ട് പറഞ്ഞപ്പോ നമ്മളും വല്ലാണ്ടായിപ്പോയി. നമ്മളത് അത്രയ്ക്കൊന്നും ചിന്തിക്കുക പക്ഷെ അവന്റെ തിങ്കിങ് അത് ആ ലെവലിലേക്ക് പോയില്ലേ. ആ ഒരു കമ്പാഷൻ, ആ ഒരു എമ്പതി ഒക്കെ അവനിലുണ്ട്, ആ ഒരു ഏജില് അവനിൽ ഫോം ചെയ്തിരുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ഒരു സമയത്ത് പല ഇൻഫർമേഷൻസ് ഇവർ കൺസ്യൂം ചെയ്യുക, അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് എല്ലാം കൺസ്യൂം ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും കുട്ടികളെ അടുത്ത് പല കാര്യങ്ങളും മാനിപ്പുലേറ്റ് ചെയ്യരുതെന്ന് പറയുന്നത്. പല പാരൻസും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, എന്തെങ്കിലും നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കോൾ വരുമ്പോൾ കുട്ടികളോട് പറയും അതെടുത്തിട്ട് അമ്മ എവിടെ ഇല്ല, പുറത്ത് പോയി, ഫോൺ എടുത്തിട്ട് അച്ഛനില്ല, ലൈക്ക് അങ്ങനെ നമ്മൾ പറയിപ്പിക്കാറുണ്ട്. അതുപോലെ വീട്ടിൽ ആരെങ്കിലും അന്വേഷിച്ച് വരുമ്പോൾ അച്ഛൻ ഇവിടെ ഇല്ല അങ്ങനെ പറയും. അതൊരു റോങ് മെസ്സേജ് കുട്ടികളിലേക്ക് പോകും. കാരണം ഇവര് എല്ലാം കൺസ്യൂം ചെയ്യുക, അവർക്ക് കിട്ടുന്നത് മുഴുവനും അപ്പൊ ഇങ്ങനെ ചെയ്യാം, ലൈക്ക് അതൊരു റോങ് ആയിട്ടുള്ള കാര്യമല്ലേ. വെച്ചാൽ ഒരു സത്യമല്ലാത്തൊരു കാര്യം അവരെ കൊണ്ട് ചെയ്യിക്കുമല്ലേ. അതൊക്കെ ശരിക്കും ഒരു റോങ് മെസ്സേജ് കുട്ടികളിലേക്ക് പോകുന്നത് നമ്മളതൊക്കെ വളരെ സീരിയസ് ആയിട്ട് തന്നെ ശ്രദ്ധിക്കണം. കാരണം അത് പിന്നീട് ഭയങ്കര ദോഷമായിരിക്കും. അവരത് മനസ്സിലവർക്ക് ഉണ്ടാവും, കാരണം അവരെ കൊണ്ട് ചെയ്യിച്ച കാര്യമല്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് ഇവരെല്ലാ ഇൻഫർമേഷൻസും കൺസ്യൂം ചെയ്യുന്നു. അത് വെച്ചിട്ടാണ് അവർ പല ഐഡിയാസും അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. അവരുടെ മെമ്മറിയിൽ അത് നല്ല പോലെ ഭയങ്കരമായിട്ട് സീൽ ചെയ്ത് വെച്ച പോലെ തന്നെ കിടക്കും. ലോജിക്കൽ തിങ്കിങ് എല്ലാം ഇൻക്രീസ് ചെയ്യുന്നു. ഈ ഒരു സ്റ്റേജിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ്. ഭയങ്കര എഫിഷ്യൻ്റ് ആയിരിക്കും അവരുടെ സെലക്ഷൻ, അവരുടെ ചോയ്സ്, അവർ ഓരോന്ന് സെലക്ട് ചെയ്യുന്നതും പല കാര്യങ്ങൾ കൊടുക്കുമ്പോൾ അവരത് ഡെവലപ്പ് ചെയ്യുന്നതും എല്ലാം ഈ ഒരു രീതിയിൽ തന്നെ പോകും. അപ്പം ആ ഒരു പർട്ടിക്കുലർ വേൾഡിലേക്ക് ആ കുട്ടി വരുന്നു, അതിന്റെ ക്രിയേറ്റർ വേൾഡിന്റെ അവനായിട്ട് തന്നെ അവൻ ആ ഒരു ക്രിയേറ്റ് ചെയ്തൊരു ലോകം. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ, ഒരു വേൾഡ്, ഒരു ഇതിനകത്തെ പ്രിസണർ ആണ് എന്നുള്ള രീതിയിലായിരിക്കും അവന്റെ രീതി. കണ്ടിട്ടില്ലേ ചില കുട്ടികൾ ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കുന്നത്, കുറേ കാര്യങ്ങൾ അവരിങ്ങനെ ഒബ്ജക്ട്സ് കൂട്ടി വെച്ചിട്ട് അവരവരുടേതായ ഒരു ലോകം ഉണ്ടാക്കി അതിനകത്തിരുന്ന് ഇങ്ങനെ കുറേ സമയം അവര് കളിക്കുന്നതായിട്ട് കാണാം. അപ്പൊ ആ ഒരു രീതിയിൽ ആ ഒരു വേൾഡിന്റെ ക്രിയേറ്റർ അവനാന്നുള്ള രീതിയിൽ, കാരണം ചുറ്റുമുള്ളതെല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ട് ചിലപ്പോൾ നമ്മൾ ഉപേക്ഷിച്ച പലതായിരിക്കാം അവന് ആവശ്യമുള്ളത്, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ ആവശ്യമുള്ളതായിരിക്കാം അവൻ എടുക്കുന്നത്. അപ്പൊ ആ രീതിയിൽ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്ത് കളിക്കുന്നതായിട്ട് കാണാം. അപ്പൊ എൻവയോൺമെന്റിലുള്ള പലതുമായിട്ടും കണക്റ്റീവാണ് പല കാര്യങ്ങളും, ഈവൻ റിലേഷൻഷിപ്പിലും പാരൻസ് ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും പിയർ ഗ്രൂപ്പുമായിട്ടും. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് പാടാൻ അങ്ങനെയുള്ള കഴിവുകൾ കൂടുതലുള്ള ചില കുട്ടികൾ ഉണ്ടാവില്ലേ ടീച്ചറെ? ഉണ്ടാവും. എന്റെ ഒരു ഫ്രണ്ടിന്റെ കുട്ടിയുണ്ടേ, അത് പാടും, പക്ഷെ ചില നേരത്തെ ലൈൻസ് ലിറിക്സ് ആവും മറന്നുപോകും. നന്നായിട്ട് പാടുവാളാ, ചില നേരത്തെ കംപ്ലീറ്റ് ഓർത്ത് പാടും. അതെ അതെ, ചിലപ്പോ വലിയൊരു സോങ് ആയിരിക്കും, നമ്മൾ ഇത്രയും ഓർത്തിരുന്ന് ഇങ്ങനെ പാടുന്നു അല്ലേ. അവന് അതേപോലെ നമ്മുടെ എല്ലാ ജില്ലകള് സംസ്ഥാനമൊക്കെ ഇങ്ങനെ ഓർഡർ ആയിട്ടും പറയും. പക്ഷെ ഒരു പർട്ടിക്കുലർ ഒരു എക്സാം ഒക്കെ വരുമ്പോ അവനത് വിട്ടുകിട്ടും. അതാണ്. അത് അതേപോലെ അവള് പ്രഗ്നൻസി ടൈമില് എന്തോ പേടിച്ചതാണ്, അങ്ങനെ പറ്റിയതാന്നാ പറയുന്നത് ആ കുട്ടിക്ക്. ഇടിവെട്ട് സമയത്ത് ഇവള് മാത്രമേ വീട്ടുണ്ടായുള്ളൂ. അപ്പൊ എന്തോ ടിവിയോ ഫോനെല്ലാം കൂടെ ഇങ്ങനെ കത്തണ കണ്ട് ഷോക്കായി, അങ്ങനെ പേടിച്ചു പോയതാണ്. അങ്ങനെ പെട്ടെന്ന് ഷോക്കായി. കൊച്ചു ജനിച്ചപ്പോ മുതലേ ഇങ്ങനെ, പക്ഷെ കണ്ടാ നമുക്ക് തോന്നൂല, കണ്ട അവനായിട്ട് സംസാരിച്ചാൽ മാത്രമേ തോന്നൂ. സാധാരണ ചില കുട്ടികളെ കണ്ടാ അറിയാൻ പറ്റൂലോ. ചില കുട്ടികളെ കണ്ടറിയാം. ഇത് കണ്ടാ അങ്ങനെയൊന്നും അറിയില്ല. കണ്ട ശരിക്കും അവളുടെ ഹസ്ബൻഡിനെ പോലെ തന്നെ ഇരിക്കണം, വേറെ ഒരു ഇത് നമുക്ക് തോന്നില്ല. പക്ഷെ പെട്ടെന്ന് ചിലപ്പോ വയലന്റ് ആവും. ഫംഗ്ഷനൊന്നും അങ്ങനെ വിശ്വസിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല അവന്. 15 വയസ്സായി, പിന്നെ ഫംഗ്ഷനൊന്നും കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ ഇപ്പൊ വളർന്നു വരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഓപ്പോസിറ്റ് ഇതുപോലെ ഒരു കുഞ്ഞിനെയും കൊണ്ട് അതിന്റെ അമ്മ വരുവാണ്, അമ്മയാണോ അമ്മൂമ്മയാണോ വരുന്നത്, ഒച്ചയുണ്ടാക്കുന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ശബ്ദം ഇല്ലാത്തൊരു ഒച്ച ഉണ്ടാക്കൂലേ, എന്ന പോലെ ഒരു ഒച്ച ഉണ്ടാക്കൂലേ.
ഭയങ്കരമായിട്ട് കൂവുന്ന പോലെ ശബ്ദം ഉണ്ടാക്കണം. ആ അപ്പൊ അവർക്കാകെ ബുദ്ധിമുട്ട്, മറ്റുള്ളവരെ ശ്രദ്ധിക്കും. പക്ഷെ നമുക്കിത് അറിയാവുന്നതുകൊണ്ട് നമ്മൾ സാധാരണ പോലെ അങ്ങനെ പോയി. ഈ കുട്ടി ഇങ്ങനെ ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, ഭയങ്കര കൂവുന്നു. അവൻ ഇവനെ എന്തെങ്കിലും കൂവും, കൂവി കഴിഞ്ഞാൽ അവൻ വയലന്റ് ആവും. അതാണ് അവന്റെ ആ ഒരു ഫസ്റ്റ് ഇത് കാണിക്കണേ. അവൻ കൂവി കണ്ട് വയലന്റ് ആവുകയാണ്. ഇപ്പൊ കുറച്ചായി അങ്ങനെ തുടങ്ങിയിട്ട്. അത് വേണ്ട അറ്റൻഷൻ കിട്ടാത്തോണ്ടാണ് എനിക്ക് തോന്നണേ വീട്ടില്. അല്ലെങ്കിൽ പിന്നെ അതുപോലെ സ്പെഷ്യൽ സ്കൂളിൽ കൊണ്ടുപോയാൽ ചിലപ്പം പക്ഷെ അവളുടെ ഹസ്ബൻഡിന്റെ വീട്ടിൽ അങ്ങനെ സമ്മതിക്കുന്നില്ല. അങ്ങനെ അവള് ചെറുപ്പം മുതലേ അവൾ അങ്ങനെ പറഞ്ഞതാ. അത് കൊണ്ടുപോയിരുന്നെങ്കിൽ കുറെ വ്യത്യാസം വന്നേനെ. വ്യത്യാസം വന്നേനെ. അവന് ഈ ഒരു അവസ്ഥയിലേക്ക് പോവില്ലായിരുന്നു എന്ന് എനിക്കും തോന്നുന്നുണ്ട്. സ്പെഷ്യൽ സ്കൂളിൽ കറക്റ്റ് ഏജിൽ തന്നെ കൊണ്ടുപോകണം. അപ്പൊ ഞാനിങ്ങനെ അവളോട് പറഞ്ഞ ഒരു കാര്യം ചെയ്ത് തന്നെയെങ്കിലും ഒരു കൗൺസിലിങ്ങിനോ എന്തെങ്കിലും കൊണ്ടുപോകും എന്നാണ് പറഞ്ഞപ്പോ അവര് സമ്മതിക്കില്ല എന്ന് പറയുന്നത്. അമ്മായിയമ്മ ഒട്ടും സമ്മതിക്കില്ല. ആക്ച്വലി കൗൺസിലിംഗ് അല്ല ആവശ്യം, തെറാപ്പിയാണ് ആവശ്യം. തെറാപ്പിക്കാണ് കൊണ്ടുപോകുന്നത്. തെറാപ്പി അല്ലേ? ഈ കുട്ടികൾക്കുള്ള തെറാപ്പി ഉണ്ട്. സ്പീച്ച് തെറാപ്പിയാണോ അതോ അല്ലാതെ? സ്പീച്ചും ഉണ്ട്, അല്ലാത്ത തെറാപ്പീസ് ഉണ്ടാവും ഇവർക്ക്. സാധാരണ സ്പീച്ച് മാത്രമല്ലല്ലോ ഈ മോന് വ്യത്യാസം വന്നിരിക്കുന്നേ. അല്ലല്ല, അവന്റെ മൊത്തം ക്യാരക്ടറിലാണ്. അപ്പൊ അത് തെറാപ്പി സെഷൻസ് കുറെ വേണ്ടി വരും. എത്ര വയസ്സുണ്ട്? ഇപ്പൊ 15 വയസ്സുണ്ട്. ഈ വർഷം 10th-ലാണ്. ആള് 10th-ലാ പഠിക്കുന്നത്. എന്തെങ്കിലും ഒരു സൈക്കോതെറാപ്പിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോവാണെങ്കിൽ അവർ സെഷൻസ് വെക്കും. അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയാലും മതി, അവരപ്പൊ പറഞ്ഞു കൊടുക്കും എന്താ ചെയ്യേണ്ടതെന്നുള്ളത്, അവർ ഗൈഡ് ചെയ്യും. ഇതൊക്കെ നമ്മളിപ്പോ ഒരു അസുഖം വരുമ്പോ ട്രീറ്റ്മെന്റ് എടുക്കില്ലേ, അതുപോലെ അത്രേ ഉള്ളൂ. അത് നമ്മളും അവളുടെ വീട്ടിലുള്ളവരും ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ ഈ പയ്യൻ ആ മദറില്ല എന്ത് പറയണം അതേ കേൾക്കുള്ളൂ. പുള്ളിക്കാരത്തി ടീച്ചറായിരുന്നു, മദറില്ല ടീച്ചറായിരുന്നു. തെറാപ്പി ചെയ്യേണ്ട വരും. അല്ലാതെ കൗൺസിലിംഗ് അതൊന്നും കേൾക്കാനുള്ള ഒരു മെന്റൽ ഇത് ആ കുട്ടിക്ക് ഇല്ലല്ലോ. ഇല്ല. മെന്റൽ എബിലിറ്റി തീരെ കുറവായിട്ട് എനിക്കും തോന്നിയിരിക്കുന്നത്. അവനെ ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ ചില നേരത്ത് വിളിക്കുമ്പോ ആന്റി എന്തേ എന്നൊക്കെ ചെയ്യും. പിന്നെ ചില നേരത്ത് വിളിക്കുമ്പോ എടി നീ എന്നൊക്കെ വിളിക്കുള്ളൂ. മാം, ഇന്ന് എന്റെ മോളുടെ സ്കൂളിൽ PTA മീറ്റിംഗിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടെ അവര് പറഞ്ഞിരുന്നു, ഇപ്പൊ ഈ പറയുന്ന പോലെ വിർച്വൽ ഓട്ടിസം അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ മാത്സ് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഡിസ്കാൽക്കുലിയ, പിന്നെ ഡിസ്ലെക്സിയ, അങ്ങനെ 3-4 ഐറ്റം പേരുകളൊക്കെ പറയുന്നുണ്ടായിരുന്നു. കുട്ടികൾക്ക് പെട്ടെന്ന് ഈ റീഡിങ്ങിന്റെ ഒരു ഡിഫിക്കൽട്ടി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഈ ഇയർ തൊട്ട് അവർ പുതിയൊരു ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 3 ടീച്ചേഴ്സിനെ തെറാപ്പിക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം പേഴ്സണലായിട്ട് നമ്മൾ ടീച്ചേഴ്സിന് ഇത് ചെയ്ത് കഴിഞ്ഞാൽ അവര് തന്നെ അവരുടെ സ്കൂളിൽ അവർ കുട്ടിക്ക് തെറാപ്പി കൊടുക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഈ ഇയർ അവർ സ്റ്റാർട്ട് ചെയ്യുന്ന പുതിയൊരു ഇതാണ്, പരിപാടിയാണത്. അങ്ങനെയൊക്കെ ഒരു ഞാനൊരു സെഷന് പോയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന പ്രോഗ്രാമിന്റെ ചെയ്യുന്ന ബാച്ചിലൊരു കുട്ടിയാണ് 9th സ്റ്റാൻഡേർഡ്. എനിക്ക് തോന്നുന്നു 2 ആഴ്ച കണ്ടിന്യൂസ് ഈ കൊച്ചി സ്കൂളിൽ പോയിട്ടില്ല. അപ്പൊ അങ്ങനെ അതും പറഞ്ഞിട്ട് ഇതിന്റെ പാരന്റ് എന്നോട് പറയുക, സ്കൂളിൽ പോണ സമയമാകുമ്പോൾ ഇവന് ഭയങ്കര വോമിറ്റിങ്ങും ലൂസ് മോഷൻ. നമ്മൾ പറഞ്ഞില്ലേ നമ്മളുടെ എന്താ പറയാ, നമുക്ക് മെന്റലി ഉണ്ടാവുന്ന നമ്മളുടെ ബോഡിയിൽ ഫിസിക്കലി അതിന്റെ റിഫ്ലക്ഷൻസ് ഉണ്ടാവുന്നു. ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതിന്റെ വീട്ടിൽ ചെന്നു. അവൻ ഒറ്റയ്ക്ക് സംസാരിച്ചപ്പോൾ അവന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ വർഷം ഐഡന്റിഫൈ ചെയ്താണ് ഈ ഒരു ബാച്ചിന് കോംപ്രിഹെൻഷൻ ലിംഗ്വിസ്റ്റിക് പ്രോബ്ലം ഉണ്ട്. അതായത് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി 3 ലാംഗ്വേജും ഇവർക്ക് ആർക്കും ശരിയായ രീതിയിൽ വായിക്കാനോ എഴുതാനോ അറിയില്ല. നമ്മളുടെ ഒരു വിദ്യാഭ്യാസ രീതിയുടെ ഒരു പോരായ്മ കൊണ്ട് തന്നെ ആയിരിക്കാം എന്തും. മെജോറിറ്റി കുട്ടികളിലും ഈ പ്രശ്നമുണ്ട്. അപ്പം നമ്മൾ ഒരു ഒക്ടോബറിലൊക്കെ സെഷൻ സ്റ്റാർട്ട് ചെയ്തത് കഴിഞ്ഞ വർഷം. അതുകൊണ്ട് നമുക്ക് കൂടുതൽ അതിൽ ഇന്റർവ്യൂൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഞങ്ങൾ ഈ അക്കാദമിക് ഇയർ ഓൺവേർഡ്സ് ഇവരുടെ ലാംഗ്വേജിന്റെ ഏരിയയിൽ പുതിയ ആക്ടിവിറ്റീസ് വെച്ചിട്ട് ഇവരെ എഴുതാനും വായിക്കാനും കേപ്പബിൾ ആക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴാണ് ഇങ്ങനെ ഈ 2 ആഴ്ചയായിട്ട് സ്കൂളിൽ പോവാതെ സ്കൂൾ ടൈം ആകുമ്പോഴേക്കും വയറുവേദന, ലൂസ് മോഷൻ, വോമിറ്റിംഗ്, ഈ ഒരു പ്രശ്നം പറയുന്നത്. അവൻ ചെന്ന് പാരൻസിനെ മാറ്റി അവൻ ഒറ്റയ്ക്ക് സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, 9ാം ക്ലാസ് ആയല്ലോ, വലിയ കുട്ടിയായി, ഫീലിങ്സ് ഒക്കെ ഭയങ്കരമായിട്ട് ഹേർട്ടാവുന്നൊരു ഏജ്. അപ്പം ടീച്ചറെ ക്ലാസ്സിൽ എണീപ്പിച്ച് നിർത്തി
പാരഗ്രാഫ് എടുക്കുന്ന ലെസന്റെ പാരഗ്രാഫ് വായിപ്പിക്കും. വായിക്കാൻ അറിയാത്ത കാരണം ടീച്ചർ വായിപ്പിച്ചാലോ എന്നുള്ള ടെൻഷനാണ് കുട്ടിക്ക്. നെക്സ്റ്റ് ക്ലാസ് ഓൺവേർഡ്സ് വരണം നമ്മൾ ലാംഗ്വേജ് അത് എഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നു. അപ്പോൾ ശരിക്കും കുട്ടികളിൽ അവർ സ്കൂളിൽ പോകാൻ മടി കാണിക്കുന്നതൊക്കെ ഇങ്ങനെയൊക്കെ ഓരോരോ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആയിരിക്കും. ടീച്ചർ വായിപ്പിച്ചാലോ എന്നുള്ള പേടിയാണ്. ഓരോ ദിവസവും അവൻ രക്ഷപ്പെട്ടു പോയിട്ടുണ്ടാവും, മറ്റു പലരെ കൊണ്ട് വായിപ്പിച്ച് ടീച്ചർ കളിയാക്കുന്നു. അതാണ് അവൻ റീസൺ പറഞ്ഞത്. നല്ലപോലെ വായിക്കാൻ അറിയാത്ത കുട്ടികളെ ടീച്ചർ കളിയാക്കുന്നുണ്ട്. അതും കൂടി ആയപ്പോഴേക്കും അവന് ഭയങ്കര ടെൻഷനായി. കാരണം അവന്റെ ടേൺ വരുമ്പോൾ അവന് വായിക്കാൻ അറിയില്ല, എടുത്ത് വയ്ക്കുമ്പോഴേക്കും ടീച്ചർ കളിയാക്കോ എന്നുള്ള ഒരു ഭയങ്കര ടെൻഷനും ആൻസൈറ്റി. അതാണ് കുട്ടി സ്കൂളിൽ പോകാതിരുന്നത്. അങ്ങനത്തെ പ്രശ്നങ്ങൾ കുട്ടികളിൽ പൊതുവെ കാണുന്നുണ്ട്. അതൊക്കെ നമ്മൾ പോകുമ്പോൾ ശ്രദ്ധിക്കുക. വലിയ കുട്ടികളിലാണ് ഇങ്ങനെ ഇമോഷണലായിട്ട് ഭയങ്കര ഈ പ്രശ്നങ്ങൾ കൂടുതൽ വരുന്നത്, കൺഫ്യൂഷൻസ്. ചെറിയ ബേബീസ് ആകുമ്പോൾ നമ്മളവരെ ആ രീതിയിലായിരിക്കുമല്ലോ ടേക്ക് കെയർ ചെയ്യുന്നത്. ഇതൊക്കെ ഒരു പ്രശ്നങ്ങൾ തന്നെയാണ്. ഓക്കെ, നമുക്കൊരു പാരഗ്രാഫും കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് വായിക്കാം ഈ ഒരു സെഷനിൽ. അതും കൂടെ ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. മിസ് മാം, ഞാൻ വായിക്കട്ടെ? There is a natural tendency in every child to become independent. The child wants to explore the movement and gain control over his or her muscles and develop better coordination. If opportunities are not given to them for such analysis, they are not likely to become self-confident and are likely to lag behind in developing motor skills. Children generally start speaking words like ba, pa, ma around 6 months, and gradually their vocabulary increases. Talking to them and encouraging them to talk on stage is very important for their language development. Early stimulation helps them to practice mastering the language. There are many children who do not get the right kind of environment during childhood days. There is no one to boot them and any facility. Even if they have all the potential, the environmental conditions prevailing at home tend to curtail their growth and development. ഓക്കെ, നമ്മൾ പറഞ്ഞില്ലേ സെൻസറി മോട്ടർ സ്റ്റേജ് എന്നുള്ളത്. സെൻസസും അവരുടെ മൂവ്മെന്റ്സും കൂടെ വരുന്ന സ്റ്റേജസ് അല്ലേ? അതാ ഇവിടെ പറയുന്നത്. മൂവ്മെന്റ്, എക്സ്പ്ലോർ ദ മൂവ്മെന്റ്. അവരുടെ ബോഡി നല്ലപോലെ മൂവ് ചെയ്യിക്കുന്നു, മസിൽസിന്റെ ഡെവലപ്മെന്റ് നടക്കുന്നു. ഇവൻ കരയുമ്പോഴും അവരുടെ ബോഡിയിൽ ഭയങ്കര സ്ട്രെസ് ചെയ്യും. കരയുമ്പോൾ ഭയങ്കര കൈയും കാലം സ്ട്രെസ് ചെയ്യും. അപ്പൊ ശരിക്കും അവരുടെ മസിൽസിന്റെ ഡെവലപ്മെന്റ് അവർ കൂടുതൽ സ്ട്രോങ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ സെൻസറി മോട്ടോർ സ്റ്റേജ് ആണത്. സെൻസസും ഡെവലപ്പ് ചെയ്യുന്നു, മോട്ടോർ സ്കിൽസും ഡെവലപ്പ് ചെയ്യുന്നു. പിന്നെ എപ്പോഴും അവർ ഇൻഡിപെൻഡന്റ് ആവാനുള്ള ഒരു ടെൻഡൻസി. വേണ്ട ഞാൻ തന്നെ ചെയ്തോളാം അങ്ങനെയൊക്കെ ഒരു പറയുന്ന ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ ഭയങ്കര നീറ്റായിട്ട് കൊടുക്കാൻ വേണ്ടി ഇവരവിടെയൊക്കെ ആക്കിയിട്ടായിരിക്കും കഴിക്കുന്നത്. പക്ഷെ ചില പാരന്റ്സ് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സ് പറയും ചെയ്തോട്ടെ, കുഴപ്പമില്ല, അവിടെയൊക്കെ ആവുന്നല്ലേ ഉള്ളൂ. കാരണം അത് അവരുടെ ഒരു ഇൻഡിപെൻഡന്റ് ആവാനുള്ള അവരുടെ ഒരു ടെൻഡൻസിയാണ്. ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടാവും, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് അതിൻ്റെ അമ്മയും അമ്മാമ്മയും കൂടെ ഭയങ്കര പാമ്പറിങ്ങിന്റെ വേറൊരു ലെവലാണ് ഞാൻ അവിടെ കണ്ടത്. ഇങ്ങനെ പരിപ്പ് വടയെന്ന് എന്താ പറയുക, കറിവേപ്പിനും മുളകും ഒക്കെ മാറ്റി വെച്ച് ഇങ്ങനെ പീസസ് ആക്കിയിട്ട് വെച്ച് അതിന് മുമ്പിൽ ഒരു ടിഷ്യൂല് വെച്ച് കൊടുക്കുക. കുട്ടി മൊബൈലിൽ നോക്കുന്നു, നേരെ കൈ അതിൽ പോകുന്നു, വായിൽ വെക്കുന്നു, അങ്ങനെ അത് കഴിക്കുന്നു. അപ്പം ബാക്കിയുള്ള അതിനേക്കാൾ ചെറിയ കുട്ടികളൊക്കെ തന്നെ ചായ പോയി എടുക്കുന്നു, പരിപ്പ് വട പോയി എടുക്കുന്നു, അവർ തന്നെ കഴിക്കുന്നു, അവരവരുടെ കാര്യം കഴിഞ്ഞു പോകുന്നു. ഇവിടെ നടക്കുന്ന കഥ ഇതായിരുന്നു. അപ്പൊ അത് ശരിക്കും ഇവരുടെ ഡെവലപ്പിങ്ങിന് ഒരു തടസ്സവും. നമ്മളിങ്ങനെ പാമ്പർ ചെയ്ത് അവർ തന്നെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവർ വരണം. ഓപ്പർച്യൂണിറ്റീസ് ഗിവൺ കൊടുക്കണം എന്നാ പറയുന്നത്. കാരണം ഓപ്പർച്യൂണിറ്റീസ് കൊടുത്തില്ലെങ്കിൽ അവർ ഡെവലപ്പ് ചെയ്യില്ല. അവരെല്ലാം ഒരു ഡിപ്പെൻഡൻസി ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട്. അവർക്ക് ഡിസിഷൻ മേക്കിംഗ് ഒക്കെ പിൽക്കാലത്ത് ആ ഒരു അഡൾട്ട് സ്റ്റേജിൽ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അവരുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നത് ആ ഒരു വേർഡ്സ് അങ്ങനെയുള്ള എന്നൊക്കെയുള്ള വേർഡ് അവരിൽ വരുന്നു. അവരോട് കൂടുതൽ സംസാരിക്കണം. അവർക്ക് മനസ്സിലാവും ഇല്ലെന്നുള്ളതല്ല, നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അപ്പൊ അവരിൽ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങും. പ്രാക്ടീസ്, അതാണ് ലാംഗ്വേജ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങും.
റൈറ്റ് കൈൻഡ് ഓഫ് എൻവയോൺമെന്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജിൽ ഇഫ് ദേ ആർ നോട്ട് ഗെറ്റിംഗ് ദ റൈറ്റ് കൈൻഡ് ഓഫ് ഡെവലപ്മെന്റ് മീൻസ് എൻവയോൺമെന്റ് ദെൻ ഡെവലപ്മെന്റ് വിൽ ബി സീസ്ഡ്. ഡെവലപ്മെന്റ് അവിടെ സ്റ്റോപ്പ് ആവുക ചെയ്യുന്നത്. ശരിയായ രീതിയിലുള്ള ഡെവലപ്മെന്റ് അതവിടെ ഫിസിക്കൽ ആണെങ്കിലും ശരി മെന്റൽ ആണെങ്കിലും ശരി അത് നടക്കില്ല. കാരണം ദർ ഈസ് നോ വൺ ടു ബൂട്ട് പ്രൊട്ടക്ട്. അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരാളില്ല, അവർ തന്നെ ചെയ്യണം എന്നുള്ള രീതിയിൽ വരുവാണെങ്കിലും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഒരാളില്ല, തന്നെ ചെയ്യണം. ആ ഒരു ഇൻഡിപെൻഡൻസ് അവർക്ക് ആ ചെറുപ്പം തുടങ്ങിയേ നമ്മൾ ജനറേറ്റ് ചെയ്ത് കൊടുക്കണം. ഈവൻ ജോലിക്കൊക്കെ പോകുന്ന പാരൻസ് ഉണ്ടെങ്കിൽ അവരത് അത് അനുസരിച്ച് ചില കുട്ടികൾ എല്ലാം അത് തന്നെ ചെയ്യും. ലൈക്ക് നൂഡിൽസ് ഉണ്ടാക്കും, ചായ ഉണ്ടാക്കും, ദോശ ഉണ്ടാക്കും, ഓംലെറ്റ് ഉണ്ടാക്കും, അങ്ങനെ കുറച്ചൊക്കെ ചെയ്യാൻ അറിയുണ്ടാവും. ചില കുട്ടികൾക്ക് ഒരു 7th സ്റ്റാൻഡേർഡ് ഓൺവേർഡ്സ് അതിനും താഴെ ഏജിലും ചെയ്യുന്നവരുണ്ടാവും. എന്തൊക്കെ പൊട്ടൻഷ്യൽ അവർക്ക് ഉണ്ടെന്ന് പറഞ്ഞാലും എൻവയോൺമെന്റ് ഈസ് എ ഫാക്ടർ. ആ പൊട്ടൻഷ്യൽ ഉപയോഗിക്കാനുള്ളൊരു എൻവയോൺമെന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ അവരുടെ പൊട്ടൻഷ്യൽ ശരിയായ രീതിയിൽ ഡെവലപ്പ് ചെയ്ത് വരില്ല. സോ ലെറ്റ് ദം ഡു, ലെറ്റ് ദം പ്രാക്ടീസ്, ലെറ്റ് ദം ഡു, ലെറ്റ് ദം എക്സ്പ്ലോർ. ആ രീതിയിൽ തന്നെ നമ്മൾ കുട്ടികളെ വളർത്തണം. ഓക്കെ, അവരുടെ ഗ്രോത്തും ഡെവലപ്മെന്റും കൂട്ടാനായിട്ട് സഹായിക്കുന്ന പറയുന്നത്. അതിന് വേണ്ടുന്ന മാം ഒരു കാര്യം പറയട്ടെ, ഏതാ ഒരു കാര്യം പറയാനായിരുന്നു. പറയൂ പറയൂ. ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാന് ഒരു മാസമായിട്ട് ഈ ക്ലാസ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കൊരു പരീക്ഷ ഉണ്ടായിരുന്നു, +2 തുല്യത. അപ്പൊ ഞാൻ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ 2-3 ക്ലാസ് കേൾക്കല് തുടങ്ങി. അപ്പൊ ആരെങ്കിലും റെക്കോർഡ് എഴുതിക്കണോ, അങ്ങനെ എഴുതാൻ പറഞ്ഞിരുന്നോ ഒന്നും അറിയില്ല. ഒരു റെക്കോർഡേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. രണ്ടാമത്തെ റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ ആഴ്ച തന്നെ തരുള്ളൂ. ഒരു റെക്കോർഡാണ് എല്ലാരും വാങ്ങിയത്. ഞാൻ എന്താ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇന്നെ ജോയിൻ ചെയ്തിട്ടില്ല തോന്നുന്നു. ആരോടൊക്കെ ചോദിച്ചായിരുന്നു. നിങ്ങളൊന്ന് ആഡ് ചെയ്യാൻ പറയാം. ആരാണ് എന്താ അറിയില്ല. നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ കാര്യം എനിക്കറിയില്ല. എന്ത് അന്നൊക്കെ ആരൊക്കെയോ ലീഡ് ചെയ്ത് ആടി വിഷ്ണുപ്രിയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. യെസ് മാം, നമ്പർ സെൻഡ് ചെയ്താൽ മതി, ഞാൻ ആഡ് ചെയ്തോളാം. അതിന്റെ നമ്പർ ഒന്ന് ആഡ് ചെയ്യോണ്ട്. ചോദിക്കാൻ വേണ്ടിട്ടാണ് അസൈൻമെന്റ്. അതൊക്കെ ഒന്ന് എങ്ങനെ എഴുതിയോന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിട്ടേ. മെസ്സേജ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാൻ ആഡ് ചെയ്തോളാം. എവിടെ ഇതിലിടേ? ഇൻകോൾ മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ, അതില് ചെയ്താൽ മതി. എന്റെ നമ്പർ അതിലിട്ട് ചെയ്തിട്ടോളാം, ഞാൻ കോപ്പി ചെയ്തോളാം. ആ ഓക്കെ. പേര് ഷെരീഫാന്നാണ്. ഒന്നും ഒരു അറിയില്ല. കൊറേ ക്ലാസ്സുകളൊക്കെ കേൾക്കുന്നു, പക്ഷെ എഴുതാൻ പറഞ്ഞത് ആരെങ്കിലും ആഡിങ് ഒക്കെ കഴിഞ്ഞു. പറഞ്ഞോട്ടെ. ആ ഓക്കെ. നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ്സ്, അതായത് നെക്സ്റ്റ് വീക്ക് തുടങ്ങി പ്ലീസ് ട്രൈ ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് ക്ലാസ്സസ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. സോ പ്ലീസ് സിമ്പിൾ വേർഡ്സിൽ നമുക്ക് സംസാരിക്കാമല്ലോ. ഇംഗ്ലീഷ് എങ്ങനെ സംസാരിക്കാം, ഗ്രാമറിനെ പറ്റി ബോദർ ചെയ്യേ വേണ്ട. പ്ലീസ് ട്രൈ ടു കൺവേ ദ മെസ്സേജസ് ഇൻ ഇംഗ്ലീഷ്. വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോഴും ഒക്കെ അത് ഇംഗ്ലീഷിലാവുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഒന്ന് പ്രാക്ടീസ് ആവുകയും ചെയ്യാം. സോ പ്ലീസ്, ഇത് ആവശ്യമാണ്. ലാംഗ്വേജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് മോണ്ടിസോറിയിൽ. ലാംഗ്വേജും പ്രാക്ടിക്കൽസും. പ്രാക്ടിക്കൽസ് ലൈക്ക് നമുക്ക് ഓരോ സാധനങ്ങൾ ഇനി ഉണ്ടാക്കാനായിട്ട് തുടങ്ങണം. പ്രാക്ടിക്കൽ ഏരിയയിലേക്ക് വരുമ്പോഴേക്കും നിങ്ങൾ ജോമെട്രിക്കൽ ഷേപ്സില്ലേ, ഇതിപ്പോഴേ നോക്കി വെച്ചോ. ചാർട്ട് പേപ്പറോ കട്ടിയുള്ള ഈ ഡ്രസ്സൊക്കെ വാങ്ങുമ്പോൾ അതിനുള്ള കട്ടിയുള്ള പേപ്പേഴ്സൊക്കെ ഉണ്ടാവുമായിരിക്കും. അങ്ങനെയുള്ളതൊക്കെ കളക്ട് ചെയ്ത് വെക്കുക. നല്ല ക്യാച്ചിങ് കളേഴ്സ് ആണെങ്കിൽ കുട്ടികൾക്ക് കുറെ കൂടെ ഇഷ്ടപ്പെടും. നമ്മൾ ക്യൂബ് ഉണ്ടാക്കണം, ക്യൂബോയിഡ് ഉണ്ടാക്കണം, പ്രിസം ഉണ്ടാക്കണം, അങ്ങനെയുള്ള രീതിയിൽ. പിന്നെ സ്ഫിയർ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ സ്ഫിയർ അങ്ങനെയുള്ളത് ഉണ്ടാക്കാം. അങ്ങനെ ഷേപ്സ് പലതും. ഇമോജീസ് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ അത് ഇമോജീസ്, ചിരിക്കുന്ന ഇമോജീസ് പറയണ്ടല്ലോ, അങ്ങനെയുള്ള കണ്ണ് വിങ്ക് ചെയ്യുന്നത്, കണ്ണിലെ ലവ് വരുന്ന അങ്ങനെയുള്ള ഇമോജീസ്, അതൊക്കെ 2 ഡയമെൻഷൻ മതി കേട്ടോ. ജസ്റ്റ് ചാർട്ട് പേപ്പറിൽ വരച്ച് അത് കളർ ചെയ്യുമോ എന്തെങ്കിലും ചെയ്താൽ മതി. യെല്ലോ ചാർട്ട് പേപ്പർ കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ വൈറ്റിൽ ക്രയോൺസ് കൊണ്ട് യെല്ലോ കളർ ചെയ്താൽ മതി.
ക്രയോൺസ് ആയിരിക്കും നല്ലത്. കാരണം സ്കെച്ച് പെൻസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ബാക്കിലും വല്ലാണ്ട് ഇങ്ക് പടരും. ഇതൊക്കെ നമുക്കിനി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. പിന്നെ ആരെങ്കിലും ക്രാഫ്റ്റ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നവരുണ്ടെങ്കിൽ നമുക്കൊരു ക്ലാസ് ക്രാഫ്റ്റ് എന്തെങ്കിലും ഇതുപോലെ കുട്ടികൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ളത് ഒക്കെ ഉണ്ടാക്കിയതിനെ സൂക്ഷിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഒരു ട്രാവലിംഗ് ബാഗ് മുഴുവനും ഞങ്ങൾ ചെയ്ത ആക്ടിവിറ്റീസ് ഞാൻ സൂക്ഷിച്ചിരുന്നു. വീട് ഷിഫ്റ്റ് ചെയ്തതിൻ്റെ അതൊന്നും വന്നിട്ടില്ല. അപ്പോൾ കുറേയൊക്കെ ഞാനത് കാണിക്കാം. നമ്മളുടെ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ സമയത്ത് അതൊക്കെ ആവശ്യമായിട്ട് വരും. സോ ഇപ്പോഴേ ജോമെട്രിക്കൽ ഷേപ്പ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അത് ഉണ്ടാക്കി വെച്ചു. ഓക്കെ, ക്യൂബ്, ക്യൂബോയിഡ്, പ്രിസം അങ്ങനെയുള്ളതെല്ലാം. പിന്നെ കോൺ, ക്യാപ്പ് വെക്കില്ലേ, ബർത്ത്ഡേ ക്യാപ്പ് വെക്കില്ലേ, ആ രീതിയിൽ ചാർട്ട് പേപ്പർ കൊണ്ട് ഒരു കോൺ ഉണ്ടാക്കിയാലും മതി. ചാർട്ട് പേപ്പറോ അല്ലെങ്കിൽ കട്ടിയുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള കലണ്ടർ ആയാലും മതി. ശരി, കളർഫുൾ ആവണം, കാരണം കുട്ടികളെ കാണിക്കാനുള്ളതല്ലേ. നിങ്ങൾക്ക് ക്ലാസ് ഒക്കെ എടുക്കാൻ പോകുമ്പോൾ കൊണ്ടുപോകാം. ഇപ്പോഴേ അതൊക്കെ ചെയ്തു തുടങ്ങിക്കും. ഓക്കെ, ഞാനൊരു ലിസ്റ്റ് തരാം ചെയ്യേണ്ടതിൻ്റെ. എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഞാനൊന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്കപ്പോൾ ക്ലാസ് ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. ഇംഗ്ലീഷ് ക്ലാസ്സേ അങ്ങനെ ഒരു സംസാരിക്കാൻ പാകത്തിനായി എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല മാം. എല്ലാവർക്കും അങ്ങനെയാണോ എന്നറിയില്ല, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല മാം. സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് ആയിട്ടില്ല മാം. മാം, actually everyone have to take a first step to start in speaking English. Only then they will know. If grammar പറഞ്ഞ പോലെ ഇനി റോങ് ഉണ്ടെങ്കിലും നമുക്ക് കറക്റ്റ് ചെയ്യാം. പക്ഷെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ തന്നെ എടുക്കണം. ടീച്ചേഴ്സ് അവർക്ക് ഗ്രാമർ എടുക്കൽ മാത്രമാണ് അവരുടെ മെയിൻ പണി. നമ്മള് എവിടെ ഇപ്പൊ ഞങ്ങളുടെ സെപ്പറേറ്റ് വാട്സപ്പ് ഗ്രൂപ്പ് ആണെങ്കിലും അല്ലെങ്കിലും എല്ലാവരും മലയാളത്തിലാണ് പറയുന്നത്. ഇംഗ്ലീഷ് ഒന്നും ഒരാൾ പോലും സെൻഡ് ചെയ്യുന്നില്ല. പ്ലീസ് ട്രൈ ടു. കാരണം ഞങ്ങൾക്കൊക്കെ മോണ്ടിസോറി ക്ലാസ്സിൽ 1 വീക്ക് ഒരു കൺസെഷനേ ഉണ്ടായുള്ളൂ മലയാളം സംസാരിക്കാൻ. അതിനുശേഷം ഞങ്ങളെ സമ്മതിച്ചിട്ടില്ല. നമുക്ക് അങ്ങനെ ആരെങ്കിലും അറിയാതെ ഒരു മലയാളം വേർഡ് പറഞ്ഞു പോയാൽ പണിഷ്മെന്റ് ആയിരുന്നു. പറയുന്ന ആക്ടിവിറ്റി നമ്മളവിടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ചെയ്യേണ്ടി വരും. മോണ്ടിസോറി ക്ലാസ് കേട്ട അവിടെ നിന്നിട്ട് ചില വാക്കുകളൊക്കെ ഇംഗ്ലീഷിൽ ഞാൻ സംസാരിക്കാൻ തുടങ്ങിയത് ഇത്ര ഒന്നും അറിഞ്ഞില്ല. നമ്മള് പഴയ മലയാളം തന്നെ പറഞ്ഞു. 22 വർഷമായി SLC പാസ്സായിട്ട്. പിന്നെ അങ്ങനെ കല്യാണം കഴിഞ്ഞായിരുന്നു. പിന്നെ ഫുള്ള് മലയാളം തന്നെ. പിന്നെ മോണ്ടിസോറിൽ വന്നപ്പോ ഇംഗ്ലീഷ് ഒന്നുകൂടി സിമ്പിൾ ആയോന്ന് എനിക്കൊരു സംശയം. അങ്ങനെ വാക്കുകളൊക്കെ ടീച്ചേഴ്സ് പറയുമ്പോ ഒത്തിരി സിമ്പിൾ ആയിട്ട് പറയുമ്പോ പറയാനൊരു ഉണ്ട്. ബ്ലോക്കിംഗ് മാറണം. അതെന്താന്ന് വെച്ചാ മാം, ഞാന് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഇവിടെ ബാംഗ്ലൂരിലേക്ക് പോയപ്പം എനിക്ക് ഇംഗ്ലീഷ് അറിയാം. പക്ഷെ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഒരു നാണമായിരുന്നു, ചമ്മലായിരുന്നു. പക്ഷെ ബാംഗ്ലൂർ ചെന്നപ്പോ എനിക്ക് ഹിന്ദി അറിയില്ല, വേറെ കമ്മ്യൂണിക്കേഷൻ ഒരു ലാംഗ്വേജും പറ്റില്ല, ഇംഗ്ലീഷ് തന്നെ പറഞ്ഞേ പറ്റൂ. അപ്പൊ ഞാനത് എനിക്ക് പറയേ പറ്റൂന്ന് പറഞ്ഞപ്പോ സംസാരിച്ചങ്ങ് തുടങ്ങി. പിന്നെയാണ് അങ്ങ് ഫ്ലൂയന്റ് ആയത്. നമുക്ക് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് തന്നെയാണ് ഇംഗ്ലീഷ്. സോ വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് നെക്സ്റ്റ് വീക്ക്. ഈ ഒരു 2 ദിവസം, നാളത്തെ നിങ്ങളുടെ ക്ലാസ് നാളെ തേഴ്സ്ഡേ അല്ലേ, നാളെ കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ട്യൂസ്ഡേ വെൻ വി ആർ സീയിങ് വി വിൽ ബി യൂസിങ് ഇംഗ്ലീഷ് ആസ് ദ മീഡിയം ഇൻ അവർ ക്ലാസ്. അപ്പൊ ആ രീതിയിൽ സിമ്പിളായിട്ട് മതി. വലിയ വലിയ കട്ടി വാക്കുകളൊന്നും വേണമെന്നൊന്നുമില്ലല്ലോ. നമ്മളിപ്പോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സിമ്പിൾ ആയിട്ടല്ലേ കാര്യങ്ങളല്ലേ പറയുന്നത്. സോ ലൈക്ക് ദാറ്റ് വി ക്യാൻ യൂസ് ഇംഗ്ലീഷ് ഇൻസ്റ്റെഡ് ഓഫ് മലയാളം. മാം ഇത്ര സിമ്പിൾ ആയിട്ട് പറയുകൊണ്ട് തന്നെ ഞങ്ങക്ക് പറയാൻ കഴിയുന്നത്. ഇപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ചില വാക്കുകളൊക്കെ കുട്ടികളോട് പറയുമ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാൻ കഴിയുന്നുണ്ട്. പക്ഷെ പുറത്ത് പോയി പറയുമ്പോ നമുക്കൊരു ചമ്മലാണ്. ആ വാക്ക് അറിഞ്ഞാലോ പറയുമ്പോ ഒരു മടിയാണ്. എന്തായാലും ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ തീരാറായി. ഏപ്രിൽ സോ ഇനി നമുക്കൊരു 8 മാസം ഉണ്ട്. അതില് 2 മാസം 1 മാസമൊക്കെ ടീച്ചിങ് പ്രാക്ടീസ് ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞു പോകും. ബാക്കിയുള്ള ടൈം മതിയല്ലോ നമുക്ക് സംസാരിക്കാൻ. ആഴ്ചയിൽ 2 hours അല്ലേ? മാം, മെയിനായിട്ട് വി ഷുഡ് ഫീൽ ഫ്രീ. നമ്മള് ആരും പെർഫെക്റ്റ് അല്ല. എവരിബഡി ഈസ് ഹാവിങ് ദെയർ ഓൺ ഫോൾട്ട്. സോ നമ്മള് പറയാം, തെറ്റാണെങ്കിലും കുഴപ്പമില്ല, നമ്മളത് ധൈര്യമായിട്ട് ട്രൈ ചെയ്യണം. അപ്പൊ പിന്നെ എല്ലാം ഓക്കെ ആവും.
അതിന്റെ പേരിൽ ആരെങ്കിലും ക്ലാസ്സിൽ നിന്ന് ചാടിപ്പോവും. ഇഹലോ മിസ് ഇല്ല. ഞാനിപ്പോ അതാ ആലോചിച്ചത്, ഇനി ആരും ഒന്നും മിണ്ടില്ല. അതാണ്. അങ്ങനെയാകുമ്പോ ഞാൻ ആക്ടിവിറ്റീസ് തുടങ്ങും ക്ലാസ്സിൽ. ഇതുപോലെ ഈ ക്ലാസ് എടുക്കില്ല, ആക്ടിവിറ്റീസ് തുടങ്ങും. ആക്ടിവിറ്റി കൊറേ ചെയ്യാണ്ട് അത് എന്ന് മുതൽ ചെയ്യല് തുടങ്ങണം. എല്ലാരും തുടങ്ങിയോ ഒന്നും അറിയില്ല. അതല്ല എങ്ങനെ ഞാൻ ക്ലാസ്സിൽ ഞാൻ സ്റ്റാർട്ട് ക്ലാസ് കംപ്ലീറ്റ് ആക്ടിവിറ്റി ഓറിയന്റഡ് ആക്കും. അപ്പൊ പിന്നെ ഞാൻ പേര് വിളിക്കും ക്ലാസ്സിൽ കയറുന്നുണ്ട്. പിന്നെ ക്ലാസ്സിൽ കയറാണ്ടിരിക്കോ? ഏതെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി പേര് ഞാൻ പറഞ്ഞില്ലേ, വിളിക്കുന്നതായിരിക്കും മാം നല്ലതല്ലാതെ ആരും സ്വയം മുന്നോട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാൻ ഉൾപ്പെടെ. ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മളിവിടെ കുട്ടികളെ എക്സ്പ്ലോർ ചെയ്യാൻ, ഡെവലപ്പ് ചെയ്യാൻ എന്താ അവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞത്? ശരിയായുള്ള ഓപ്പർച്യൂണിറ്റീസ് വിത്ത് എ പ്രോപ്പർ എൻവയോൺമെന്റ്. നിങ്ങൾക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റി, നിങ്ങൾക്കെന്നല്ല, ഞാനും നിങ്ങളുടെ ഒരാളാണ്. ഓപ്പർച്യൂണിറ്റി ആൻഡ് പ്രോപ്പർ എൻവയോൺമെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുവാണ്. സോ വി ആർ ഗോയിങ് ടു യൂസ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. മാം ഒരു കാര്യം പറയട്ടെ, മോണ്ടിസോറിന്റെ ക്ലാസ് കേട്ട അവിടുന്ന് നമ്മള് കുട്ടികൾക്കുള്ള പെട്ടെന്ന് ദേഷ്യം വരില്ലേ നമ്മളെന്തേലും അവര് ചോദിക്കുമ്പോ അത് ചൂടാവലല്ലേ? പക്ഷെ അതിനൊരു മാറ്റി എനിക്ക് വന്നപ്പോഴും ഇനി എല്ലാവർക്കും വന്നപ്പോഴും അറിയില്ല. എനിക്കും തോന്നിയിട്ടുണ്ട് മാം, എനിക്കും തോന്നിയിട്ടുണ്ട് പറഞ്ഞത്. എനിക്ക് എല്ലാവർക്കും അറിയില്ല, എനിക്കാണെങ്കിൽ തോന്നി എടുക്കുവാണേ. ക്ലാസ്. എനിവേ ഐ എം സോ ഹാപ്പി ടു ഹിയർ ദാറ്റ്. അതായിരുന്നു എനിക്ക് വേണ്ടത് നിങ്ങളിൽ. ഇനി വരുന്നുണ്ട് നിങ്ങളുടെ ഫസ്റ്റ് ബാച്ച്. ഓൾമോസ്റ്റ് ആ ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ഓൾമോസ്റ്റ് ഒരു 75% ആയി കഴിഞ്ഞു. കോഴ്സ് കഴിയുമ്പോൾ അവർ 100% ആവുന്നുള്ള ഉറപ്പിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. സോ ഐ എം എക്സ്പെക്ടിങ് ഫ്രം യു പീപ്പിൾ ഓൾസോ. സോ നമുക്ക് മോണ്ടിസോറി ഫെസിലിറ്റേറ്റേഴ്സ് എന്നുള്ള രീതിയിൽ തന്നെയാണ് നിങ്ങളെ ഞാൻ കാണുന്നത്. സോ ഞാൻ പറയുന്ന പോലെ പ്ലീസ് ലോയൽ ടു യുവർ സെൽഫ്, ഈസ് ട്രൂ ടു അവർ സെൽഫ്. നമ്മളോട് തന്നെ ആദ്യം സത്യസന്ധത പുലർത്തണം. ട്രൂ ടു അവർ സെൽഫ്. കുട്ടികൾക്ക് ഒരിക്കലും റോങ് മെസ്സേജസ് നമ്മൾ കൊടുക്കാതിരിക്കുക, അവരെ കൊണ്ട് നമ്മൾ ചെയ്യിക്കാതിരിക്കുക. ലൈക്ക് പറഞ്ഞില്ലേ, നമ്മളത് സിമ്പിളാന്ന് വിചാരിക്കും, ഞാൻ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞേക്കൂ, അപ്പൊ അമ്മ ഇവിടെ ഉണ്ടല്ലോ എന്നിട്ടും എന്നെ കൊണ്ട് എന്താ പറയിച്ചേ എന്ന് അവർ ചിന്തിക്കും. അപ്പൊ അതൊക്കെ നമ്മൾ മാറ്റേണ്ട സമയമായി. സോ പ്ലീസ് ലോയൽ ടു ഓൾ, ട്രൂ ടു യുവർ സെൽഫ് ഫസ്റ്റ്. നമ്മളോട് തന്നെ സത്യസന്ധമായിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ. Okay, thank you, Miss. We will try താങ്ക് യു our മാം. best. Thank you, ma'am. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. Thank